ശക്തിയോടെ ഒരു പ്രാവശ്യം കൂടെ ഹല്ലേലൂയ. ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മുടെ ഈ പ്രാവശ്യത്തെ ഉപവാസത്തിൻ്റെ 4ാമത്തെ പകലിലേക്ക് കടന്നു വന്നിരിക്കുന്ന വേദിയിലായിരിക്കുന്ന കർത്താവിൻ്റെ വലിയ ദാസന്മാർ, സദസ്സിലും കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന് തുല്യനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ഞാൻ അറിയിക്കുന്നു. ഇന്ന് പകൽ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ മധ്യത്തിൽ ശുശ്രൂഷിപ്പാൻ കടന്നു വന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ സജി കാനം കർത്തദാസനെയും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്ന് പകൽ നമുക്ക് വളരെ പ്രാർത്ഥനയോടും വളരെ പ്രതീക്ഷയോടും വളരെ ഒരുക്കത്തോടുമായിരിക്കാം. ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് പകൽ നമ്മുടെ മധ്യത്തിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. നാം ആരാധിച്ചപ്പോൾ പറഞ്ഞതുപോലെ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയ വിടുതൽ വിശ്വാസത്താൽ ഒന്ന് കാണുവാൻ, ദൈവത്തിൻ്റെ ശക്തി നമ്മിൽ വ്യാപരിക്കുന്നത് കാണുവാൻ, എൻ്റെ ശുശ്രൂഷയിലൊരു പുതുക്കം ദൈവം തരുന്നത് വിശ്വാസത്താൽ ഒന്ന് കാണുവാൻ, എൻ്റെ തലമുറയ്ക്ക് വേണ്ടി ദൈവത്തിൻ്റെ വഴികൾ തുറക്കപ്പെടുന്നത് വിശ്വാസത്താൽ ഒന്ന് കാണുവാൻ എത്ര പേർക്ക് ഇന്ന് പകൽ കഴിയുന്നുണ്ട്? സ്തോത്രം, സ്തോത്രം. അവിശ്വാസം മാറട്ടെ. നാളുകൾ എത്രയായ വിഷയമാകട്ടെ, ഏത് ഭാരമാകട്ടെ, ഇന്ന് പകൽ സ്വർഗം പറയുന്നു, ആ ദർശനം നിൻ്റെ കണ്ണുകളിൽ ആമേൻ 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 സ്തോത്രം അത് കാണുന്നുവെങ്കിൽ ആമേൻ അതിൻ്റെ മേൽ വിശ്വാസത്തോടെ സ്തോത്രം ചെയ്യുമെങ്കിൽ ഇന്ന് പകൽ അത് പ്രാപിച്ച് നാം മടങ്ങുവാനിടയായിത്തീരും. ആ ദൈവസന്നിധാനത്തിൽ പ്രതീക്ഷയോടെ വിശ്വാസത്തോടെ സമർപ്പണത്തോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. തുടർന്നുള്ള സമയം കർത്താവിൻ്റെ ദാസനെ ഏൽപ്പിക്കുന്നു. വളരെ പ്രാർത്ഥനയോടും പ്രതീക്ഷയോടും കൂടെ ആയിരിക്കാം. കർത്തൃദാസനെ ശുശ്രൂഷയ്ക്കായി ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. കുഞ്ഞാടിൻ്റെ കൂടെ ഗമിച്ചവർ പാടുമേ മോദാൽ. കരമൊന്ന് ഉയർത്തിപ്പിടിച്ച്. കുഞ്ഞാടിൻ്റെ കൂടെ ഗമിച്ചവർ പാടുമേ മോദാൽ. സിയോൻ മലയിൽ സീമയറ്റാനന്ദം, സിയോൻ മലയിൽ സീമയറ്റാനന്ദം എന്നിനി ലഭിക്കുമോ എന്നിനി ലഭിക്കുമോ പ്രാണനാഥ. വിശ്വാസത്തോടെ കരമുയർത്തി. തേടി വന്നു ദോഷിയാമെന്നെയും നാഥ, തേടി വന്നു ദോഷിയാമെന്നെയും നാഥ. സന്തോഷമുള്ള ദൈവമക്കൾ ഒരിക്കൽ കൂടെ കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ധന്യനായ ഏകാധിപതിയും രാജാതിരാജാവും കർത്താതി കർത്താവും താൻ മാത്രം അമർത്യതയിൽ വസിക്കുന്നതിനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നതിനുമായ സർവശക്തനായ കർത്താവ് ഇന്ന് പകൽ നമ്മുടെ നടുവിൽ എഴുന്നള്ളി വന്നെന്നുറപ്പുള്ള ദൈവമക്കൾ ഈ പകൽ നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിനെ സ്തുതിക്കുവാൻ കഴിയട്ടെ. യേശു ക്രിസ്തുവിൻ്റെ പ്രത്യേകത അഗ്നിജ്വാലയ്ക്കൊറ്റ കണ്ണുള്ളവനായ കർത്താവ്, മാറത്ത് പൊൻകച്ച കെട്ടിയവനായ കർത്താവ്, വലം കൈയിൽ അധികാരത്തിൻ്റെ 7 നക്ഷത്രം പിടിച്ചുകൊണ്ട് 7 പൊൻ നിലവിളക്കയുടെ നടുവിൽ കൂടെ ഉലാവുന്ന കർത്താവ് ഇന്ന് പകൽ തനി തേജസ്സോടെ മേഘപ്പാളികളെ കീറി മുറിച്ചുകൊണ്ട് ആരാധന അർപ്പിച്ച ജനത്തിൻ്റെ നടുവിലേക്ക് കോടി കോടി ദൂതന്മാരുടെ അകമ്പടിയോടെ എഴുന്നള്ളി വന്ന കാലൊച്ച തിരിച്ചറിയുന്ന ദൈവമക്കൾ ഈ ഉപവാസ പ്രാർത്ഥനയിൽ വാ പൂട്ടിയിരിക്കാതെ അധരം തുടിക്കുന്ന ആരാധന ഇന്ന് പകൽ അറുക്കപ്പെട്ട കുഞ്ഞാടിനെ അർപ്പിക്കുന്ന പകലാകട്ടെ എന്ന് ആത്മാർത്ഥതയോടെ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അന്ധകാര ശക്തികൾക്കെതിരെ വിരൽ ചൂണ്ടുന്ന അഭിഷേകത്തിൻ്റെ വ്യാപാര ശക്തി ഇന്ന് പകൽ ശരീരത്തിൽ ഏറ്റെടുക്കുന്ന ദൈവമക്കൾ ഈ പകൽ പ്രൈസലോട് മൃതർപ്രായരെ പോലെ ഇരിക്കുവാൻ ഇടയാവാതെ ഇന്ന് പകൽ ഹൃദയം നിറഞ്ഞ് വാ തുറന്ന് അന്ധകാര ശക്തിയോട് പ്രതികരിപ്പാൻ ആവശ്യമേറിയ അഭിഷേകത്തിൻ്റെ ശക്തി ഈ പകൽ ശരീരത്തിൽ ഏറ്റെടുക്കുവാൻ കാരണമാകട്ടെ.
ഈ യോഗത്തിൻ്റെ പ്രഥമ സമയം മുതൽ സമാപന നിമിഷം വരെ പരിശുദ്ധാത്മാവിൻ്റെ വലിയ കവിഞ്ഞൊഴുക്ക് നമ്മുടെ മേൽ വെളിപ്പെടുവാൻ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കട്ടെ. ഇതിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ തീയിറങ്ങുന്നത് ആത്മാവിൽ കണ്ടുകൊണ്ട് പ്രാർത്ഥനയിൽ പോരാടട്ടെ. ഇന്ന് പകൽ ഉയരത്തിലെ ശക്തി അനുഭവിക്കാതെ ആരും മറങ്ങിപ്പോകരുത്. ചില ആളുടെ സ്തുതിക്കാനുണ്ട്, ചില ആളുടെ വാ തുറക്കാനുണ്ട്, ചില ആളുടെ കൈയടിക്കുവാനുണ്ട്, മഹത്വം കൊടുക്കുവാനുണ്ട്. ഇന്ന് പകൽ മഹത്വത്തിന് യോഗ്യൻ ഒരുവനേ ഉള്ളൂ, ആരാധനയ്ക്ക് യോഗ്യൻ ഒരുവനേ ഉള്ളൂ, ബഹുമാനത്തിന് യോഗ്യൻ ഒരുവനേ ഉള്ളൂ. നമ്മുടെ താഴ്ചയെ നമ്മെ ഓർക്കുന്ന ദൈവം, വൈരിയായ സാത്താന്റെ കയ്യിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നവനായ കർത്താവ് ഇന്ന് പകൽ നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ടെന്ന് ഉറപ്പുള്ളവർ മാത്രം ഈ പകൽ ദൈവത്തെ സ്തുതിക്കട്ടെ. ദൈവം നമുക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാണ്. ദൈവം നമ്മുടെ ജീവിതത്തിൽ വൻകാര്യങ്ങൾ പ്രവർത്തിപ്പാൻ അധികാരമുള്ള കർത്താവ്. ഇന്ന് പകൽ പ്രാപിക്കണമെന്ന ആഗ്രഹത്തോടെ വന്ന ദൈവമക്കൾക്കായി ഞാൻ നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിനെ സ്തുതിക്കുകയാണ്. എൻ്റെ പേര് പാസ്റ്റർ പറഞ്ഞ പോലെ പ്രിയ സജി എന്നാണ്. എന്നെ ഇന്ന് ഇവിടെ വിളിച്ച ബഹുമാനപ്പെട്ട പാസ്റ്ററോട്, കർത്താവിൻ്റെ മുദ്രത്തോടിൽ അധ്വാനിക്കുന്ന മറ്റാധീനരായ എല്ലാ കർത്തൃദാസന്മാർക്കും സഹോദരി സഹോദരന്മാർക്കും കുഞ്ഞുങ്ങൾക്കും വേഗം വരുന്ന ക്രിസ്തുയേശുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ പ്രാരംഭമായിട്ട് അറിയിക്കുന്നു. കഴിഞ്ഞ 24 വർഷമായി ഒരു സഭയുടെ മാത്രം പാസ്റ്ററായിട്ട് ഞാൻ തുടരുകയാണ്. ഇത് 24ാമത്തെ വർഷമാണ്. ഞാൻ എടുത്തുകൊണ്ട് നടന്ന കുഞ്ഞുങ്ങൾ കല്യാണം കഴിച്ച് അവരുടെ കുഞ്ഞുങ്ങളെ പ്രതിഷ്ഠിക്കുവാനുള്ള ഭാഗ്യം ദൈവൻ്റെ ജീവിതത്തിൽ നൽകി തന്നിട്ടുണ്ട്. കഴിഞ്ഞ ദീർഘ സംവത്സരങ്ങളായി സുവിശേഷത്തിന് വേണ്ടി കേരളത്തിനകത്തും പുറത്തും വിവിധ ഭാഗങ്ങളിൽ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ നിൽപ്പാൻ ദൈവം അവസരം തന്നിട്ടുണ്ട്. ഇവിടുത്തെ ഇരിപ്പിന് എനിക്ക് അങ്ങേ സൈഡിലൊക്കെ ഇരിക്കുന്ന ആളിഞ്ഞോട് ഇച്ചിനോടൊന്ന് മാറിയിരിക്കുമെങ്കിൽ എനിക്ക് നിങ്ങളെ ഒന്നിങ്ങനെ കറങ്ങി നിന്ന് പ്രസംഗിക്കാതെ എനിക്ക് നിങ്ങളെയും കൂടെ കണ്ട് പ്രസംഗിക്കാൻ വരുന്നത്. അങ്ങ് അറ്റത്തൊക്കെ പോയിരിക്കുന്ന ഇവിടെ ആൾ കുറച്ച് പേരല്ല ഉള്ളൂ. അങ്ങറ്റത്ത് പോയിരിക്കുന്ന ആളുകളൊക്കെ ഇങ്ങോട്ടൊന്ന് ചേർന്നിരിക്കാമായിരുന്നെങ്കിൽ ആ സൈഡിലൊക്കെ ഇരിക്കുന്ന ആൾ എന്തിനാ ഇങ്ങനെ അങ്ങനെ വളഞ്ഞു ചുറ്റി ഇരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതിനകത്ത് കുറച്ച് പേരല്ല ഉള്ളൂ. ഉള്ള ദൈവമക്കളൊന്ന് പ്രാർത്ഥനയോടും കൂടെ സഹകരിച്ചിരിക്കുക. അനുസരിച്ച എല്ലാ ദൈവമക്കൾക്കും എൻ്റെ നന്ദി ഞാൻ അറിയിക്കുന്നു. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ശക്തമായ ദൂത് തന്നാണ് എന്നെ ഇവിടെ അയച്ചിരിക്കുന്നത്. 1-2 അനുഭവ സാക്ഷ്യങ്ങൾ പറഞ്ഞ് വചനത്തിലേക്ക് കടക്കുവാൻ ഞാൻ കർത്താവ് ശരണപ്പെടുകയാണ്. എൻ്റെ അമ്മ കാനം ലീലമാമ്മ എന്ന് പറയുന്ന കർത്തൃദാസി വളരെ വർഷങ്ങൾക്ക് മുൻപ് ഈ ചർച്ചിൽ അനേക പ്രാവശ്യം വന്ന് ശുശ്രൂഷിച്ചിട്ടുണ്ട്. എൻ്റെ അമ്മയുടെ കണ്ണുനീരാണ് എന്നെ സുവിശേഷ വയലിലേക്ക് വേർതിരിപ്പാൻ കാരണമായത്. എൻ്റെ അമ്മയുടെ ദർശനമാണ് എന്നെ സുവിശേഷ വയലിലേക്ക് വേർതിരിക്കുവാൻ കാരണമായത്. എൻ്റെ അമ്മ ഈ പുൾപിറ്റിൽ ഈ വേദിയിൽ നിന്ന് അനേക പ്രാവശ്യം പ്രസംഗിച്ചിട്ടുണ്ട്, ശുശ്രൂഷിച്ചിട്ടുണ്ട്. എൻ്റെ അമ്മയെ കേട്ടിട്ട് കാനം ലീലമാമ എൻ്റെ അമ്മയെ കേട്ടിട്ടുള്ളവരോ കണ്ടിട്ടുള്ളവരോ ഉണ്ടെങ്കിൽ ഒന്ന് കൈ ഉയർത്തിയെങ്കിൽ ഉപകാരമായിരുന്നു. ഒരുപാട് ആളുകളുണ്ട്. എൻ്റെ അകമഴിഞ്ഞ നന്ദി ഞാൻ അറിയിക്കുന്നു. എൻ്റെ അമ്മയുടെ ശുശ്രൂഷകൾ ഈ സഭകൾക്കൊരു കാലത്ത് വളരെ അനുഗ്രഹമായിരുന്നു. ജനത്തിനത് വലിയ വിടുതലായിരുന്നു. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയാണ് ഞങ്ങളെ സുവിശേഷ വയലിലേക്ക് വേർതിരിപ്പാൻ കാരണമായത്. എൻ്റെ അമ്മയ്ക്ക് വേണ്ടി ഒരു പ്രാവശ്യമെങ്കിലും പ്രാർത്ഥിച്ച കുറച്ച് പേരെങ്കിലും ഇവിടെ കാണും. അതല്ല എങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും അമ്മയോട് ഒന്ന് ശുശ്രൂഷിച്ചപ്പോൾ ആ ലീലമാമയും കുടുംബത്തെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ച ആ സഭായോഗത്തിൽ അല്ലെങ്കിൽ ആ മീറ്റിങ്ങിൽ പ്രാർത്ഥിച്ച ദൈവമക്കളുണ്ട്. സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഞാൻ സമർപ്പിക്കുവാനുള്ള കാരണം തികഞ്ഞ ദൈവാശ്രയത്തിൽ വിശ്വസ്തയോടെ സത്യസന്ധതയോടെ ഒരായുസ് മുഴുവൻ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഓടിയിട്ട് ഒരു പണം പോലും ഉണ്ടാക്കാത്തയാളാണ് എൻ്റെ അമ്മ. സ്തോത്രം പറയാൻ കഴിയുമെങ്കിൽ നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിനെ സ്തുതിക്കുവാൻ കഴിയണം. ആ വിശുദ്ധ കരം ഉയർത്തി കർത്താവിനെ സ്തുതിക്കുവാൻ കഴിയണം. ഭൗതികമായ ഒരു നേട്ടവും കൈവരിക്കാതെ 1000കണക്കിന് 10000കണക്കിന് ആളുകൾ എൻ്റെ ഭവനത്തിൽ വന്ന്
ഭക്ഷണം കഴിച്ച് തൃപ്തിയോടെ മടങ്ങിപ്പോകുന്നൊരു ഭവനമാക്കി എൻ്റെ ഭവനത്തെ കർത്താവ് മാറ്റുകയുണ്ടായി. ഒരു സ്തോത്രം നിങ്ങൾ പറയാൻ തയ്യാറാണ്. എൻ്റെ അമ്മയുടെ കണ്ണുനീരും തികഞ്ഞ ദൈവാശ്രയവും വിശ്വാസവുമാണ് ഞങ്ങളെ സുവിശേഷ വഴിയിലേക്ക് വേർതിരിക്കുവാൻ കാരണമാക്കിയത്. ഇന്ന് പകൽ കരയുന്ന ഒരു മാതാപിതാക്കളെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും തലമുറകൾ കൈവിടപ്പെട്ടു പോകത്തില്ല, തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. വളരെ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുമെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും നമ്മുടെ നടുവിൽ പ്രവർത്തിക്കും. വിശ്വാസം കൈമുതലായി ദീർഘവർഷങ്ങൾക്ക് മുൻപ് ഞാൻ പ്രവർത്തിക്കുന്ന സ്ഥലത്ത്, ഇപ്പോൾ ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അതേ സ്ഥലത്ത്, ഒരു വിശ്വാസി പോലുമില്ലാത്ത സ്ഥലത്ത് ഞാൻ തനിയെ ഒരു ഹോൾ വാടകയ്ക്ക് എടുത്ത് ദീർഘനാളുകൾ ഒറ്റയ്ക്ക് സഭായം നടത്തി. ഞാൻ തന്നെ വിശ്വാസത്തോടെ 2 പാട്ട് പാടും, ഞാൻ തന്നെ സങ്കീർത്തനം വായിക്കും, ഞാൻ തന്നെ പ്രസംഗിക്കും. ദീർഘനാളുകൾ അങ്ങനെ ചെയ്ത് ഇന്നതൊരു വലിയ ചർച്ചയാക്കി സ്വർഗം മാറ്റുകയുണ്ടായി. ദർശനത്തിന് ദൈവം ഒരവധി വെച്ചു. അത് അതിൻ്റെ സമാപ്തിയിലേക്ക് ബന്ധപ്പെടുകയാണ്. സമയം വൈകിയാലും അത് വരും നിശ്ചയം. എത്ര പേർക്ക് ഇന്ന് പകൽ ഉറപ്പുണ്ട്? ചില ദർശനങ്ങൾ ഈ യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. ദൈവത്തിൻ്റെ അത്ഭുതം വെളിപ്പെടും. വിശുദ്ധ ബൈബിളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിപ്പാനും കർത്താവ് ശരണപ്പെടുന്നതിന് ആധാരമായി ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായം 49-ാം അധ്യായവും ഫിലിപ്പി ലേഖനം 3-ാം അധ്യായം 9-10 വാക്യങ്ങൾ ദയവായി ശബ്ദം ഉയർത്തി വാക്കി. നിങ്ങളോ, ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായം 49-ാമത് വാക്യമാണ് ഇവിടെ വായിച്ചത്. നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളൂ. കണ്ണുകളെ അടച്ചുകൊണ്ട് കരങ്ങൾ ആകാശത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇന്നിവിടെ വന്ന സകല ദൈവമക്കൾക്കും ആവശ്യം പണത്തേക്കാൾ ഉപരി, വീടിനേക്കാൾ ഉപരി, കുടുംബശ്രേഷ്ഠതയേക്കാൾ ഉപരി, സാമ്പത്തിക അഭിവൃദ്ധിയേക്കാൾ ഉപരി ഒരു പെന്തക്കോസുകാരായ ദൈവമക്കൾക്ക് ഈ കാലഘട്ടം ഏറ്റവും അധികം ആവശ്യമായിരിക്കുന്നത് ഉയരത്തിലെ ശക്തിയാണ്. ഇന്ന് പകൽ ഉയരത്തിലെ ശക്തി എൻ്റെ ഭവനത്തിൽ എൻ്റെ മേലൊന്ന് വെളിപ്പെടണമെന്ന് ആഴമായ ആഗ്രഹത്തോടെ ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ച് ആത്മാവിൽ പ്രാർത്ഥിച്ചോട്ടെ. എല്ലാ കരങ്ങളും ഉയർത്തിപ്പിടിച്ച്. എന്തിനാണ് നമ്മൾ കരം ഉയർത്തിപ്പിടിക്കുന്ന? വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങളുടെ കരം ഉയർത്തിപ്പിടിക്കണം. എന്തിനാണ് കരം ഉയർത്തിപ്പിടിക്കുന്നത്? മോശയുടെ കരം ഉയർന്നിരുന്നപ്പോൾ അമാലേക്കിൻ്റെ ശക്തി കീഴടങ്ങാൻ തുടങ്ങി. ആമേൻ, സ്തോത്രം. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ നിങ്ങളുടെ ബലഹീനമായ കരം, നമ്മുടെ ബലഹീനമായ കരം ആകാശത്തിലേക്ക് ഉയർത്തിപ്പിടിക്കുമ്പോൾ ചില അന്ധകാര ശക്തികൾ ഇന്ന് പകൽ വഴി മാറും. നമ്മുടെ കുടുംബത്തിനെതിരെ, നമ്മുടെ ശരീരത്തിനെതിരെ, നമ്മുടെ ആരോഗ്യത്തിനെതിരെ, നമ്മുടെ ഭൗമിക മേഖലകൾക്കെതിരെ വ്യാപരിക്കുന്ന ശക്തിയോട് ഇന്ന് പകൽ സ്വർഗത്തിൽ ഇടപെടുവാൻ കഴിയും. ആ വിശുദ്ധ കരം ഉയർത്തിപ്പിടിച്ച് നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നം എന്തായാലും അതിനെതിരെ ആത്മാവിൽ പ്രാർത്ഥിക്കാൻ തയ്യാറാകട്ടെ. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. രക്തത്താൽ ജയമാരും മൗനമായിരിക്കാതെ എല്ലാവരും കരമൊന്ന് ഉയർത്തിപ്പിടിച്ച് കർത്താവേ, ഇന്ന് പകൽ ആ ഉയരത്തിലെ ശക്തി ഞങ്ങളുടെ ശരീരത്തിലൊന്ന് വെളിപ്പെടണം കർത്താവേ. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ആ ഉയരത്തിലെ ശക്തി ഒന്ന് പകരണം കർത്താവേ. ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്ന ആരെയൊക്കെ വിടിവിക്കുവാൻ ദൈവത്തിന് പദ്ധതിയുള്ളത് കൊണ്ട്, ആരുടെയൊക്കെ ഊരാക്കുരുക്കുകൾ അഴിച്ചുവിടുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് പദ്ധതിയുള്ളതുകൊണ്ട്, ആരൊക്കെയോ സങ്കടത്തോടെ വന്ന വിഷയങ്ങളുടെ യേശുവിൻ്റെ കരത്തിൽ ഇന്ന് പകൽ തൊടേണ്ടതാകയാൽ ഇന്ന് പകൽ കർത്താവിൻ്റെ കരം നമുക്ക് അനുകൂലമായി വെളിപ്പെടട്ടെ. പരിശുദ്ധമേ, ഞങ്ങളുടെ പ്രിയ പിതാവേ, ഇന്ന് പകൽ അങ്ങയുടെ ശക്തി ഞങ്ങൾക്ക് ആവശ്യമാണ്. ആ പരിശുദ്ധാത്മാവിൻ്റെ അത്യന്ത ശക്തി ഞങ്ങൾക്ക് ആവശ്യമാണ്. ഇന്ന് പകൽ പ്രാപിക്കാതെ ഞങ്ങളെ മടക്കി അയക്കല്ലേ കർത്താവേ, ഞങ്ങളെ മടക്കി അയക്കല്ലേ. ഞങ്ങളെ ശക്തീകരിക്കണമേ. അന്തരീക്ഷ മണ്ഡലത്തിൽ ആരാധനയ്ക്ക് തടസ്സമായി നിൽക്കുന്ന സകല അന്ധകാര വ്യാപാര ശക്തികളെയും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ കോമ്പൗണ്ടിൽ നിന്ന് മാറുവാൻ കൽപ്പിക്കുന്നു. ഇന്ന് പകൽ ജനത്തിൻ്റെ വിടുതലിന് തടസ്സമായി വ്യാപരിക്കുന്ന
സകല അന്യായ പോരുകളും ഞങ്ങൾ ആത്മാവിൽ ബന്ധിച്ച് അകറ്റുകയാണ്. കർത്താവേ, ഇന്ന് പകൽ ഞങ്ങളുടെ മേൽ ഉയരത്തിലെ ശക്തി പകരുന്നത് കണ്ട് സന്തോഷിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളിവിടെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ ഭവനത്തിൻ്റെ ഉള്ളറയിൽ അത്ഭുത വിടുതൽ വ്യാപരിക്കണം. കർത്താവേ, ഇന്ന് പകൽ ഞങ്ങളുടെ ബലഹീനമായ കരം ഉയർത്തിയത് വിടുതലിന് കാരണമാക്കണം. യേശുവിൻ്റെ ശക്തി ഞങ്ങളുടെ അകത്ത് വ്യാപരിക്കണം. കർത്താവേ, എല്ലാ തടസ്സങ്ങളെ സ്വർഗം മാറ്റണം. കർത്താവേ, ജനത്തിൻ്റെ അന്തർഭാഗത്ത് ഇന്ന് പകൽ സ്വർഗം ഉയർത്തണമേ. കർത്താവ് ഉണർത്തണമേ. കർത്താവേ, മഹത്വം കർത്താവ് എടുക്കണം. വചനത്തിൻ്റെ വാതിൽ തുറക്കണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. വളരെ സുപരിചിതമായൊരു വേദഭാഗമാണ് ഇവിടെ വായിച്ചത്. അനേക പ്രാവശ്യം ഈ വേദഭാഗങ്ങൾ കൂടെ അനേക ദൈവീയമായ ആലോചനകൾ കേട്ട ദൈവമക്കളാണ് ഇവിടെ ഇരിക്കുന്നത്. എനിക്ക് നന്നായിട്ടറിയാം. എങ്കിലും പരിശുദ്ധാത്മാവിൻ്റെ അന്തരാത്മാവ് നൽകി തന്നത് ഇനിയും ദൈവമക്കൾക്ക് ഇവിടെ നിൽക്കണമെങ്കിൽ ഉയരത്തിലെ ശക്തി ആവശ്യം. ഉയരത്തിലെ ശക്തി ഇല്ലെങ്കിൽ ഇനി നിൽപ്പാൻ പറ്റില്ല. ഈ ശക്തി 1-2 പേരുടെ മേൽ വെളിപ്പെട്ടതെന്ന് വിശദീകരിച്ച് അവസാനിപ്പിക്കാൻ കർത്താവ് ആവശ്യപ്പെടുന്നു. റോമാലേഖനം 9-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം. റോമാലേഖനം 9:17. റോമാലേഖനം 9:17 വായിച്ചത്. സഹോദരന്മാരാരെങ്കിലും ദയവായി, ഞാൻ 1:10 വരെ പ്രസംഗിക്കത്തുള്ളൂ. 1:10 വരെ എന്നെ സമയം തന്നിരിക്കുന്നത്. പ്രിസലോൺ, സഹോദരന്മാരാരെങ്കിലും ശബ്ദമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്രിസലോൺ ആ ശബ്ദം ഒന്ന് ഉയർത്തി. അമ്മമ്മോട് പിണങ്ങിയല്ല കേട്ടോ, വായിച്ച സഹോദരിയോട് പിണങ്ങിയല്ല. പ്രിസലോൺ ആ മനസ്സിലാ, ആ ശബ്ദം ഒന്ന് തലി ഒന്ന് ഉയർത്തിപ്പിടിച്ച് ആ ശബ്ദം ഒന്ന് ഉയർത്തി ആ വാക്യം ഒന്ന് വായിച്ചിരുന്നെങ്കിൽ ഒരു ഉപകാരമായിരുന്നു. ഇതിനായിട്ട് തന്നെ ഞാൻ നിന്നെ നിർത്തിയിരിക്കുന്നു. ദൈവത്തിൻ്റെ ആഗ്രഹം, ദൈവത്തിൻ്റെ ശക്തി നിന്നിൽ കാണിക്കണം, നിന്റെ ശരീരത്തിൽ വെളിപ്പെടുത്തണം. സ്തോത്രം. മോശയോട് പറയുന്ന, മോശെ നിന്നെ ഞാൻ നിർത്തിയിരിക്കുന്നത് ഇതിനായിട്ടാ. ഏതിനായിട്ട്? നിന്നിൽ എനിക്കെൻ്റെ ശക്തി വെളിപ്പെടുത്തണം. നിന്നിൽ എൻ്റെ ശക്തി എനിക്ക് വെളിപ്പെടുത്തണമെങ്കിൽ മോശയ്ക്ക് സർപ്പത്തെക്കുറിച്ച് ദീർഘവർഷങ്ങൾ അറിവുള്ള മനുഷ്യനാണ്. ഫറവോന്റെ കൊട്ടാരത്തിൽ 40 വർഷം വളർന്നു. അടുത്ത 40 വർഷം മരുഭൂമിയിൽ. ഈ 80 വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ട് അറിയപ്പെടുന്ന സകല പാമ്പുകളെയും മോശയ്ക്കറിയാം. ഫറവോന്റെ കൊട്ടാരത്തിൽ വളർത്തുന്നതും അവിടെ ചുവരിന്മേൽ വരച്ചു വച്ചിരിക്കുന്നതും ആയിട്ടുള്ള സകല സർപ്പങ്ങളെയും മോശയ്ക്ക് നന്നായിട്ടറിയാം. അടുത്ത 40 വർഷത്തെ ആടുകളെ മേച്ചുള്ള യാത്രയിൽ അവിടെ വെളിപ്പെട്ടു വന്ന സകല സർപ്പങ്ങളെക്കുറിച്ചും അറിവ് മോശയ്ക്കുണ്ട്. മോശയോട് സ്വർഗം പറഞ്ഞു, മോശയെ നിന്റെ കയ്യിലിരിക്കുന്ന വടി താഴെയിട്. മോശയുടെ കയ്യിൽ നിന്ന് വടി താഴെയിട്ടപ്പോൾ അത് സർപ്പമായി. നാം വിചാരിക്കുന്ന ഒരു സാധാരണ ഒരു പാമ്പെന്ന, ഒരിക്കലുമല്ല. മോശയുടെ മുൻപിൽ വടി താഴെയിട്ടപ്പോൾ പ്രത്യക്ഷപ്പെട്ടത് മോശ 80 വർഷം വരെ കണ്ടിട്ടില്ലാത്ത ഒരു ഭീകര രൂപിയായ വ്യാളി, അതാ സർപ്പമാ പ്രത്യക്ഷപ്പെട്ടത്. 80 വർഷം വരെ മോശയുടെ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത ഒരു ഭീകര രൂപിയാണ്, അങ്ങനെ ബൈബിൾ പറയുന്നത്. ഒരു ഭീകര രൂപിയാണ് മോശയുടെ മേൽ പ്രത്യക്ഷപ്പെട്ടത്. മോശയോട് സ്വർഗം പറഞ്ഞു, മോശേ നീ ഓടിച്ചെന്ന ഓടിപ്പോകേണ്ടവനല്ല, ഭയപ്പെട്ട് ഓടേണ്ടിയവനല്ല. നിന്റെ മേൽ ഞാൻ എൻ്റെ ശക്തി പകരുക.
നിന്റെ ശരീരത്തിൽ ഞാൻ എൻ്റെ ശക്തി പകരുക. ഇപ്പോൾ വെളിപ്പെട്ടു വന്ന ചിലതിനെ ഇപ്പോൾ കീഴടങ്ങത്തില്ലെന്ന് വിചാരിച്ച് നീ ഓടിപ്പോയ ചിലതിനെ എനിക്ക് നിന്റെ കയ്യിൽ ഏൽപ്പിക്കേണ്ടതുണ്ട്. അന്തരീക്ഷ മണ്ഡലത്തിൽ ഇന്ന് പകൽ ഈ ജനത്തിന് മേൽ വിടുതൽ വ്യാപരിക്കാതെ എവിടെയോ കുരുക്കി വെച്ച ജാതി ആഭിചാര ശക്തികളെ ഇന്ന് പകൽ ഒരു മനസ്സോടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ബന്ധിച്ചകറ്റിയാണ്. വെളിപ്പെട്ടു വരുന്ന അന്യാരാധയുടെ വ്യാപാര ശക്തികളെ ഇന്ന് പകൽ ഞങ്ങൾ ആത്മാവിൽ ബന്ധിക്കുകയാണ്. കൃപ പ്രാപിച്ച ദൈവമക്കൾ വാപൂട്ടിയിരിക്കാതെ ദൈവത്തിന് മഹത്വം കൊടുക്കാൻ തയ്യാറായിക്കോ. സ്വർഗം വിളിച്ചു പറയുന്നു ഇന്നും പ്രൈസ് ദി ലോർഡ്, മറ്റാരുടെയും മേലല്ല, നീ പ്രാപിക്കാൻ തയ്യാറായാൽ നിന്റെ മേൽ ഞാൻ എൻ്റെ ശക്തി പകരും. നിന്റെ ശരീരത്തിൽ ഞാൻ എൻ്റെ ശക്തി പകരും. ദീർഘവർഷങ്ങളായി നിന്നെ ഒതുക്കിയത്, ദീർഘവർഷങ്ങൾ നിന്റെ കുടുംബത്തെ ഒതുക്കിയത്, ദീർഘവർഷങ്ങളായി നീ വളർത്തിക്കൊണ്ടിരുന്ന തലമുറയെ ഒതുക്കിയത്, ദീർഘവർഷങ്ങൾ നിന്റെ ഭവനത്തിൽ മരണഭീതിയിട്ടത്, സമയത്തിന് ആളുകളെ കൊന്നുകളയുമെന്ന് വ്യാപരിച്ച ശക്തി നിന്റെ അകത്തുനിന്ന് പിറന്നു വീണ തലമുറയ്ക്കെതിരെ പോരാടിയ ശക്തി ഈ സ്വർഗം അഴിച്ചുവിടുക. ആരെയൊക്കെ ശക്തിപ്പെടുന്നുണ്ട്, ആരൊക്കെയോ വിടുതലേറ്റെടുക്കാൻ തയ്യാറാകുന്നുണ്ട്, ആരൊക്കെയോ ആരാധിച്ചു കൊടുക്കുവാൻ, ആരാധിച്ചു മഹത്വം കൊടുക്കുവാൻ ഇന്ന് തയ്യാറാകുന്നുണ്ട്. സ്വർഗം വിളിച്ചു പോലെ ഇന്ന് പകൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി പകർന്ന് ഞാൻ ആത്മാവിൽ കാണുന്നു. മഴ പെയ്തിറങ്ങുന്നത് പോലെ പരിശുദ്ധാത്മാവിന്റെ അത്യന്ത ശക്തി ഇന്ന് പകൽ തീക്കകത്ത് നാലാമൻ ഇറങ്ങി വന്നതുപോലെ ഇന്ന് പകൽ സ്വർഗം ഇറങ്ങി വരികയാണ്. വെളിപ്പെട്ട് വരട്ടെ. ജനത്തിന് വിരോധമായി വ്യാപരിച്ച ശക്തി, അതിന്റെ പോരാട്ട മണ്ഡലങ്ങൾ ആത്മാവിൽ അഴിയണം, ആത്മാവിൽ അഴിയണം. ആരാധന വെളിപ്പെടാതെ തടസ്സപ്പെടുത്തിയ അന്ധകാര ശക്തിയുടെ മേൽ സ്വർഗം ചേർന്നിരണം. ഇന്ന് അത് പിടിക്കപ്പെടണം. ഇന്നലകളിൽ വെളിപ്പെടാതെ ഒളിഞ്ഞിരുന്ന ചിലതുണ്ട്. 80 വർഷം ഓടി നടന്നിട്ട് വെളിപ്പെട്ടു വരാത്ത ഒന്ന്, മറഞ്ഞിരുന്ന ചിലതിനെ മറനീക്കി വെളിപ്പെടുത്താൻ പോവുക. വിശ്വസിക്കുന്ന ഈ മക്കൾക്ക് ആത്മാവിൽ കാണാൻ കഴിയുന്നുണ്ട്. ഇന്ന് പകൽ മറഞ്ഞിരുന്ന ചിലതിനെ സ്വർഗ്ഗം രംഗത്ത് കൊണ്ടുവരും. അത് നീ പിടിക്കണം. നീ ഭയപ്പെട്ട് ഓടേണ്ടിയവരല്ല, നീ പേടിച്ചോടേണ്ടിയവരല്ല. നിങ്ങൾ ഇവിടെ അന്യഭാഷ പറഞ്ഞ് സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ, വാ തുറന്ന് കർത്താവിന് മഹത്വം കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗം നിങ്ങളുടെ കയ്യിൽ ചിലത് ഏൽപ്പിക്കാൻ പോയി. ഇപ്പോൾ ഭയപ്പെട്ട വിഷയം, ഇന്നലകളിൽ ഭയപ്പെട്ട വിഷയം, ഇന്നലകളിൽ പേടിച്ച ചില വിഷയം ഇന്ന് പോലെ സ്വർഗം നിങ്ങളുടെ കയ്യിൽ തരും. ഓടിപ്പോകരുത്, ഇട്ടച്ച് പോകരുത്, വിട്ടച്ച് പോകരുത്, ഇട്ടച്ചോടരുത്. സ്വർഗം നിന്നെ അഭിഷേകം ചെയ്ത് ഓടിപ്പോകാനല്ല. ഇന്ന് പകൽ ചില ഉള്ളങ്ങൾ അത്ഭുത മറുപടി പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു, അത്ഭുത വിടുതൽ പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു, അത്ഭുതം വിടുതൽ വ്യാപരിച്ചുകൊണ്ട് ഞാൻ ആത്മാവിൽ കാണുന്നു. ദൈവത്തെ സ്തുതിക്കുമ്പോൾ ദൈവത്തിൻ്റെ കരം ഇന്ന് പകൽ അനുകൂലമായി വെളിപ്പെടുകയാണ്.
എൻ്റെ അമ്മയൊരു മീറ്റിങ്ങിന് പോയിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ വീടിൻ്റെ മുറ്റത്ത് പട്ടിക്ക് പേയിളകി. വളരെ വർഷങ്ങൾക്ക് മുൻപാണ്, ഞാൻ കൊച്ചുകുട്ടിയായിരിക്കുമ്പോഴാണ്. നാട്ടുകാരെല്ലാം ഓടിക്കൂടി, മുസ്ലിങ്ങളും ഹിന്ദുക്കളൊക്കെ ഓടിക്കൂടി ഞങ്ങളുടെ വീടിൻ്റെ മുറ്റത്ത് നിൽക്കുക. പേപ്പട്ടി ഇളകി വരുന്നത് കണ്ടാൽ ആരാ ഭയപ്പെട്ട് ഓടാത്തെ? സകല ആളുകളും ഭയപ്പെട്ട് ഓടി നിൽക്കുന്നു. ഒരു വലിയ ഭീകര അന്തരീക്ഷമാണ്. എൻ്റെ അമ്മ ഒരു മീറ്റിങ്ങിന് പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഏകദേശം 5 മണിക്കൊരു ബസ്സുണ്ട്. ആ ബസ്സിന് വന്ന് ഇറങ്ങി എൻ്റെ വീടിൻ്റെ മുറ്റത്തുള്ള ആളുകൾ തടിച്ചുകൂടി നിൽക്കുന്നത് കണ്ട് അമ്മ അത്ഭുതപ്പെട്ട് ഇതെന്തോ സംഭവിച്ചു. അന്നൊന്നും ഇതുപോലെ ഫോൺ സൗകര്യമില്ല. നോക്കുമ്പോൾ പറഞ്ഞു പേപ്പട്ടി വീടിൻ്റെ മുറ്റത്ത് നിൽക്കുക. ജനത്തെ എല്ലാം വകഞ്ഞു മാറ്റിയിട്ട് അമ്മ തലയ്ക്ക് കയറിട്ട് പറഞ്ഞു, പേപ്പട്ടി നോക്കിയിട്ട് പറഞ്ഞു, യേശുവിൻ്റെ നാമത്തിൽ മുട്ടുമടക്കാൻ. യേശുവിൻ്റെ നാമത്തിൽ മുട്ടുമടക്കാൻ പറയുമ്പോൾ 2 കൈയും പ്രൈസ് ദി ലോർഡ് മുന്നോട്ട് കുത്തി തല കുനിച്ചു കൊടുത്തു. സ്തോത്രം പറയാൻ തയ്യാറാകണം, സ്തോത്രം പറയാൻ തയ്യാറാകണം. ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്ന ചില ആളുകളുടെ മേൽ ഉയരത്തിലെ ശക്തി പകരുകയാണ്. നിന്റെ മുൻപിൽ കീഴടങ്ങാത്ത ഒരു പൈശാചിക ശക്തിയുമില്ല. നിന്റെ കുടുംബത്തിന്റെ മേൽ, നിന്റെ തലമുറയുടെ മേൽ ആധിപത്യം വെച്ച ചിലതിനെ ഇന്ന് പോലെ കീഴടക്കാൻ യേശുക്രിസ്തു അധികാരമുള്ളവനാ. ചില ഉള്ളങ്ങൾക്ക് കാര്യം ബോധ്യമായി. അമ്മാമ്മയെ കൽപ്പിക്കാൻ തയ്യാറാക്, അച്ചായ കൽപ്പിക്കാൻ തയ്യാറാക്, അങ്കിളെ കൽപ്പിക്കാൻ തയ്യാറാക്, അമ്മാമ്മയെ കൽപ്പിക്കാൻ തയ്യാറാക്. നാളുകളായി ഭാരപ്പെട്ട വിഷയത്തോട് ഈ പേര് സ്വർഗം പ്രതികരിക്കുക. ഇന്ന് പകൽ സ്വർഗം ചിലരെ അഴിക്കുന്ന പകല. ഇന്ന് പകൽ അഴിക്കുന്ന പകലാണ്. ഉയരത്തിലെ ശക്തി നിന്റെ മേൽ പകരത്തില്ലെന്ന് നിന്നെക്കുറിച്ച് പിശാച് പറഞ്ഞ മണ്ഡലങ്ങളുടെ മേൽ ഇന്ന് പോലെ യേശുവിന്റെ കരം തൊടിയാണ്. യേശു വിളിച്ചു പറയുകയാണ്, ഉയരത്തിലെ ശക്തി ഉണ്ടെങ്കിൽ നീ ചില കീഴടക്കും. ഗ്ലോറി ഗ്ലോറി ഗ്ലോറി. സാധാരണ ഒരു പെന്തക്കോസുകാരിയായി, സാധാരണ ഒരു പെന്തക്കോസുകാരനായിട്ട് ഇനി ഇരിക്കാൻ പറ്റില്ല. അവന് ഉയരത്തിലെ ശക്തി പ്രാപിക്കണം, ഉയരത്തിലെ ശക്തി പ്രാപിക്കണം. ഒരു സാധാരണ വിശ്വാസിയായിട്ട് ജീവിക്കാനല്ല ഈ കാലഘട്ടം, അന്ത്യകാല ശുശ്രൂഷ. ഗ്ലോറി 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 ഗ്ലോറി. അംദൽ കമന വൈശ പ്രമന ഘടക സംഭവ പരിഗല ഘടക ശൈഡവ രമന ഗക്ഷസിയ അംദൽ കമന വൈശ പ്രമന ഗക്ഷസിയ. ഇതിനകത്ത് ജനം ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇളകി വരുന്നത്, അലറി വരുന്നത്, ആടി നിൽക്കുന്നത് നിന്റെ കുടുംബത്തിനെതിരെ ഇളകി. ഇന്ന് പകൽ ചില ആളുകൾ ബലം പ്രയോഗിച്ചിരിക്കുക, കൈയടിക്കാതെ. ചില ആളുകൾ സ്വോത്രം പറയാതെ ബലം പ്രയോഗിച്ചിരിക്കുകയാണ്. കുഞ്ഞെ സജിപ്പോസ്റ്റെ മറക്ക, കാലം സജിയ മറക്ക, ഉയരത്തിലെ ശക്തി പ്രാപിക്കാൻ ഇന്ന് തയ്യാറാകാം. ഇന്നലകളിൽ നിനക്ക് വിരോധമായി ആടി നിന്ന ചിലത്, അലറി വന്ന ചിലത് ഇന്ന് കീഴടങ്ങട്ടെ. ഇന്ന് പകലത്തെ ആരാധന കീഴടക്കും. Glory, hallelujah.
Yes. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നു, അലറി വന്നത്, ആടി നിൽക്കുന്നത്, കുടുംബത്തിനെതിരെ, തലമുറകൾക്കെതിരെ, ശരീരത്തിനെതിരെ അലറി വന്നത്, ആടി നിൽക്കുന്ന ചിലരെ സ്വർഗ്ഗത്തിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്ന പോരാണ്. പോരാ, കൃപ ഏറ്റെടുക്കട്ടെ. പോരാ, ശക്തി സംഭരിക്കട്ടെ. ഒരു പവർ സ്റ്റേഷനകത്ത് ഇന്ന് കയറിയ പോലെ ഗ്ലോറി. രക്തം ചെയ്യും മഹത്വത്തിന് യോഗ്യനെ, ആരാധനയ്ക്ക് യോഗ്യനെ, ഇന്ന് പകൽ പരിധിയില്ലാതെ, അളവില്ലാതെ അങ്ങയുടെ ശക്തി ഞങ്ങളുടെ മേൽ കൈമാറുന്ന പകലാക്കണമേ. അമ്മേ സദന, അതിരില്ലാതെ, അളവില്ലാതെ ഞങ്ങളുടെ മേലെ ശക്തി ഒന്ന് കൈമാറണം കർത്താവേ. പലതിനെയും പരിചയമുണ്ടെങ്കിലും 80 വർഷം വരെ വെളിപ്പെടാത്ത ചിലത് സ്വർഗം വെളിപ്പെടുത്തി കാണിക്കാൻ പോവുകയാണ്. പലതിനെയും പരിചയമുണ്ട്, പലതിനെ കീഴടക്കി പരിചയമുണ്ട്, പക്ഷെ ഇതുവരെ വെളിപ്പെട്ടില്ലാത്ത ഒന്ന് സ്വർഗം വെളിപ്പെടുത്തുക. ഞാൻ ഇവിടെ വെളിപ്പെടുത്തി കാണിക്കുന്നത് അവിടുത്തെ കുടിയിരിപ്പ് ഇതുവരെ നീ അറിഞ്ഞിട്ടില്ല, അതിനെ ഒന്ന് വെളിപ്പെടുത്താൻ പോവുക. രക്തം ചെയ്യാം. 80 വർഷം ജീവിച്ചിട്ടും പലതും മനസ്സിലായി, പക്ഷേ കൊട്ടാരത്തിനകത്തിരുന്ന വ്യാളി എന്ന് പറയുന്ന ഭീകരരൂപിയെ മനസ്സിലായില്ല. സ്വർഗം വിളിച്ചു വരുന്ന മോശയെ, സകല വിദ്യയും നിനക്ക് കൈമാറിയെങ്കിലും വെളിപ്പെട്ടു വന്ന അതിഭീകരമായ ഒരു ദുരാത്മശക്തിയുണ്ട്, അതിനെ ഞാൻ വെളിപ്പെടുത്തി തരാം. എന്തിനാണ് മോശയ്ക്ക് ഈ ഭീകര രൂപീയതയും വെളിപ്പെടുത്തി കൊടുത്തത്? ഈ ഭീകര രൂപിയാണ് നിന്റെ പിതാക്കന്മാരുടെ, നിന്റെ സമപ്രായക്കാരെ അനേകരെ കൊന്നുകളഞ്ഞ ഈ ഭീകര രൂപിയ. മനസ്സിലായി എന്ന് ഞാൻ കരുതുകയാണ്. ഈ ഭീകര രൂപിയാണ് അനേകരെ തകർക്കാൻ ശ്രമിച്ചത്. ഇന്നിവിടെ വന്ന ദൈവങ്ങൾ ശക്തി ഏറ്റെടുക്കണം. പുനരുത്ഥാനത്തിൻ്റെ ശക്തി ഏറ്റെടുക്കണം. ഒരു സാധാരണ ഉപദേശിയായി, ഒരു സാധാരണ പെന്തക്കോസുകാരായി ജീവിക്കുന്ന കാലം പറ്റില്ല. വല്ലവിധേനയും വൃതന്മാരെയും കൂടെ തെറ്റിക്കാൻ ആ പിശാച് നോക്കുന്നേ. നമുക്ക് പരിചയമുള്ള പല ആളുകളും ഇന്നലകളിൽ, ഈ കഴിഞ്ഞ ആഴ്ചയിലും വിശ്വാസത്തിന് പോയില്ലേ? പ്രഗത്ഭന്മാര് പലരും വിശ്വാസത്തിന് പോയില്ലേ? നമ്മളെ നടത്തുമെന്ന് കരുതി അനേക പ്രസംഗങ്ങൾ കേട്ട പല ആളുകളും വിശ്വാസത്തിന് പോയില്ലേ? പണം ബന്ധുക്കോസുകാർക്ക് ഇന്നിപ്പം ആവശ്യത്തിൽ കൂടിപ്പോ എന്നുള്ളതാണ് പ്രശ്നം. പണം കൊണ്ട് നിൽക്കാൻ പറ്റില്ല. പ്രൈസ് ദി ലോർഡ്. പണം കൊണ്ട് പിടിച്ചിരിക്കാൻ പറ്റില്ല. ശരീരം കൊണ്ട്, ആരോഗ്യം കൊണ്ടോ? ആരോഗ്യം ആർക്കാ ഉള്ളത്? പ്രൈസ് ദി ലോർഡ്. വിളിക്കുന്ന ഭൂരിഭാഗം ആളുകളോട് ചോദിച്ചാലും പറയും ഏതെങ്കിലും ഒരു രോഗമുണ്ട്, ഏതെങ്കിലും ഒരു പ്രശ്നത്തിലവർ. പണം കൊണ്ട് നിൽക്കാൻ പറ്റില്ല, സൗന്ദര്യം കൊണ്ട് നിൽക്കാൻ പറ്റത്തില്ല, ആരോഗ്യം കൊണ്ട് നിൽക്കാൻ പറ്റില്ല. സ്തോത്രം. ഇനി നിൽക്കണമെങ്കിൽ
പ്രാർത്ഥിക്കുന്നവർക്ക് ഉയരത്തിലെ ശക്തിയില്ലാതെ പറ്റില്ല. ഞാനിവിടെ ഇന്ന് പകൽ ചലഞ്ച് ചെയ്യുന്നു. ഇന്ന് പ്രഭാതത്തിൽ കുഞ്ഞുങ്ങളുമായിട്ടിരുന്ന് പാട്ടുപാടി പ്രാർത്ഥിച്ച് എത്ര പേരുണ്ട് പ്രഭാതത്തിൽ? സ്തോത്രം. രണ്ടാമതൊരു പ്രസംഗം ചെയ്യാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കാറില്ല. ഒരു സ്റ്റേജിലും രണ്ടാമതൊരു പ്രസംഗത്തിന് ചാൻസ് കിട്ടാറില്ല. ദീർഘമാസങ്ങൾ ഡേറ്റ് കൊടുത്തിരിക്കുകയാണ്. ഇവിടുത്തെ കർത്തൃദാസൻ അനേക പ്രാവശ്യം വിളിച്ചിട്ടാണ് ഇന്നൊന്ന് വരാൻ പറ്റിയത്. അനേക പ്രാവശ്യം എന്നെ വിളിച്ചിട്ടുണ്ട്. ആ സമയങ്ങളിലൊന്നും എത്താൻ പറ്റിയിട്ടില്ല. നമ്മുടെ വീടുകളിൽ സന്ധ്യ പ്രാർത്ഥന പോയി, പ്രഭാത പ്രാർത്ഥന പോയി. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു സഭയിൽ പ്രഭാതത്തിലൊരു പാട്ട് പാടി. അവിടെ ഇരുന്ന ഒറ്റ കുട്ടികൾക്ക് ആ പാട്ടില്ല, അറിയത്തില്ല. കൊടുങ്കാറ്റുണ്ടി. ഇവിടെ പ്രാർത്ഥിക്കുന്ന കുറച്ച് ദൈവമക്കളുണ്ട്. വനദേശത്തൻ പ്രിയനെ എന്നെ വിടല്ലേ എന്നുള്ള പ്രഭാത പാട്ട് ഞാൻ പാടിയിട്ട് ആ ചർച്ചിൽ ഒറ്റ കുഞ്ഞുങ്ങൾ ഞാൻ ചലഞ്ച് ചെയ്ത് ചോദിച്ചു, മോനറിയാമോ? ഇല്ല. മോക്കറിയാമോ? അറിയില്ല. സ്തോത്രം. നമ്മുടെ വീടുകളിൽ പ്രഭാത പ്രാർത്ഥന നിന്നുപോയി. പലയിടങ്ങളിലും കുടുംബമായിട്ട് പാട്ടുപാടി പ്രാർത്ഥിക്കുന്ന പരിപാടി പാസ്റ്റേഴ്സിന്റെ വീട്ടിൽ നിന്നല്ലോ, വിശ്വാസിയുടെ വീട്ടിൽ നിന്നല്ലോ. സ്തോത്രം. രണ്ടാമതൊരു പ്രസംഗം ചെയ്യാൻ ചാൻസ് കിട്ടാൻ വേണ്ടി ഒരിടത്തും പ്രസംഗിക്കാറില്ല. ഉപവാസ പ്രാർത്ഥനയിൽ ഗുണീകരണമുണ്ട്, ശാസനയുണ്ട്, തർജ്ജനമുണ്ട്. സ്തോത്രം. ജീവിക്കാതെ പറയാനും പറ്റില്ല. ഇന്ന് പ്രഭാതത്തിലും ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ 2 കുഞ്ഞുങ്ങളും എൻ്റെ അമ്മയും കൂടെ ഇതുപോലെ പായിട്ടിരുന്ന് മനമേ പക്ഷിഗണങ്ങൾ ഉണർന്നിതാ പാട്ട് പാടുന്നുള്ള പാട്ട് ഇന്ന് രാവിലെ ഞങ്ങൾ പ്രഭാതത്തിലും ഞങ്ങൾ പാട്ട് പാടി പ്രാർത്ഥിച്ചു. ഇവിടുത്തെ മണ്ണാങ്കട്ടയല്ല വിഷയം, ഈ ശരീരം വിടും. നിത്യത വിലപ്പെട്ടതെന്ന് ഉറപ്പുള്ള എത്ര പേര് ഇതിനകത്തുണ്ട്? ഈ ശരീരം വിടും, നിത്യതയാ വിലപ്പെട്ടത് ഉറപ്പുള്ള ദൈവമക്കൾക്കായി ഞാൻ നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിനെ സ്തുതിക്കുന്നു. നമുക്ക് ഉയരത്തിലെ ശക്തിയില്ലെങ്കിൽ നമുക്കിതിനോട് പ്രതികരിക്കാൻ പറ്റില്ല. ഉയരത്തിലെ ശക്തി വേണം. ഈ വെളിപ്പെട്ടു വന്ന മഹാവ്യാളിയെ, വെളിപ്പെട്ടു വന്ന സർപ്പത്തെ മോശയുടെ ബലഹീനമായ കരം കൊണ്ട് പിടിച്ചു. പിടിച്ചപ്പോഴാണ് മോശയ്ക്ക് മനസ്സിലായത് ഇത് കീഴടങ്ങും. ഓടിപ്പോകാൻ തയ്യാറായ മോശയോട് പറഞ്ഞു, ഓടിപ്പോകരുത്, നീ എൻ്റെ വാലെ പിടിച്ചോണം. പിടിച്ചപ്പോഴാണ് മോശയ്ക്ക് മനസ്സിലായി എന്ത് ചെയ്യും, ഇത് കീഴടങ്ങും. അമ്മമ്മ ഒന്ന് പറഞ്ഞേ വാ തുറന്ന്. കീഴടങ്ങുമെന്ന് പറഞ്ഞേ. ചിലർ പറഞ്ഞില്ല, മെസ്സിൽ പിടിച്ചിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ആമേൻ. രക്തത്താൽ കീഴടങ്ങും. എത്ര പേർക്ക് സ്തോത്രം പറയാൻ കഴിയും? സ്തോത്രം. ഇന്നലകളിൽ നമുക്ക് വിരോധമായി വെളിപ്പെട്ടു വന്ന സകല അന്യാരാധന ശക്തികളും ഇന്ന് പകൽ ഉയരത്തിലെ ശക്തി അനുഭവിക്കാൻ തയ്യാറായാൽ അത് കീഴടങ്ങിയിരിക്കും. പ്രൈസ് ദി ലോർഡ്. പാമ്പുകളെയും തേളുകളെയും, ബാക്കി നിങ്ങൾ പറയാൻ വേണ്ടി ഞാൻ നിർത്തിയത്, പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം നൽകിത്തരും. യേശു പറഞ്ഞതാണ്, ഞാൻ നിങ്ങൾക്ക് അധികാരം തരും, ഞാൻ നിങ്ങൾക്ക് അധികാരം തരും, ഞാൻ നിങ്ങൾക്ക് അധികാരം തരാമെന്ന് പറഞ്ഞിട്ട് തരാതിരിക്കുന്ന ഒരു ദൈവമല്ല. പിന്നെ പറയുന്നു, ഒന്നും ഒരിക്കലും നിങ്ങൾക്ക് ദോഷം വരുത്തുകയില്ല. ആ വാക്യം ഒന്ന് തിരിച്ചു പറയണേ. ഒന്നും ഒരിക്കലും എൻ്റെ കുടുംബത്തിന് ദോഷം വരുത്തുകയില്ല. ഉയരത്തിലെ ശക്തി അനുഭവിക്കുന്നത് ഈ മക്കൾ ആത്മാവിൽ കാണാൻ തയ്യാറായിക്കുമോ? ഒന്നും ഒരിക്കലും എൻ്റെ ദൈവം ദോഷം വരുത്തുന്ന ദൈവമല്ല. എത്ര പേർക്ക് ഇന്ന് പകൽ സ്തോത്രം പറയാൻ കഴിയും? ദോഷം വരുത്തുവാൻ ആരൊക്കെ പദ്ധതി ഇട്ടിട്ടുണ്ടോ, എന്നാൽ ഇന്ന് പകൽ സ്വർഗം വിളിച്ചു പറയുന്നു, ഞാൻ ദോഷം വരുത്തുവാൻ അനുവദിക്കുന്ന ദൈവമല്ല.
അബ്രഹാമിനെ ദൈവം വിളിച്ചിറക്കിയപ്പോൾ അനുഗ്രഹിക്കാമെന്ന് പറഞ്ഞാൽ വിളിച്ചിറക്കിയത്. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ വായിക്കേണ്ട, ഞാൻ പറഞ്ഞു വിടുക, സമയമില്ല. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ അബ്രഹാമിനെ ദൈവം അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞാൽ വിളിച്ചിറക്കുന്നത്. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ കൂടെയുള്ള ആളുകൾ നീരോട്ടമുള്ളത് തിരഞ്ഞെടുക്കുന്നു. പിന്നെ പോട്ട് മറ്റൊരാളുണ്ട്, എലയാസർ. ദമ്മേശക്കാരനായ എലയാസർ ഇതിന് മുഴുവൻ അവകാശിയാകുമെന്നും പറഞ്ഞ് അബ്രഹാം ഇങ്ങനെ ഇരിക്കുമ്പോൾ അബ്രഹാമിനോട് സ്വർഗം പറഞ്ഞു, അബ്രഹാമെ ഞാൻ നിനക്ക് സന്തതിയെ തരുമെന്ന്. അബ്രഹാം എന്ത് ചെയ്യുന്നറിയാവോ? ചിരിക്കാൻ തുടങ്ങി. നമ്മളെപ്പോലൊന്നുമല്ല അബ്രഹാം ചിരിച്ചത്. പെന്തിക്കോസുകാരിപ്പോൾ ചിരിക്കുന്നവർ വളരെ കുറവാണ്, ഭയങ്കര ഗൗരവമാണ്. അതിനൊരു വാക്യമുണ്ട്, അതുകൊണ്ടാണ്. നമ്മൾ പൂർണ്ണ ഗൗരവമുള്ളവരായിരിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. ഇവിടെ ഇതുപോലെ ചിരിക്കുകയില്ലാത്തൊരു ഗ്രൂപ്പിനെ ഞങ്ങളൊക്കെ അങ്ങ് ഭയങ്കരമായിട്ട് ദിവസത്തിന് ചിരിക്കുകയും സന്തോഷിക്കുകയും ചെയ്യാറുണ്ട്. ചിരിക്കത്തില്ല. എന്തുവാ? ബൈബിളൊരു വാക്യമുണ്ട്, പൂർണ്ണ ഗൗരവം. കൈയൊക്കെ അകത്തി പിടിച്ച് നടക്കുക, യോഗത്തിനൊന്ന് ചിരിക്കാതിരിക്കുകയോ ചെയ്യുമ്പോൾ ഞങ്ങൾ തന്നെ വിഷമിക്കും. സ്തോത്രം പറഞ്ഞില്ല, സ്തോത്രം പറഞ്ഞില്ല, സ്തോത്രം പറയണം. പ്രൈസ് ദി ലോർഡ്. അബ്രഹാം ചിരിക്കാൻ തുടങ്ങി. ചിരിച്ച് 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 സഹിയിട്ടു. പിന്നെ എന്നാ എന്നറിയോ? കമന്ന് വീണ് കിടന്ന് ചിരിച്ചു. അബ്രഹാം എന്ത് ചെയ്തു? അബ്രഹാം ചിരിച്ച് ചിരിച്ച് ഒടുവിൽ അബ്രഹാം അങ്ങോട്ട് വീണിട്ട് കമന്ന് കിടന്നുകൊണ്ട് ചിരിക്കുക. ഇതെന്നാ ചിരിയായത്? സ്തോത്രം. ഒരു സംശയം, പാസ്റ്റർ സാറയല്ലേ ചിരിച്ചത്? അബ്രഹാം അതിന് മാത്രം ചിരിച്ചോ? വായിച്ചേ, ഒരു ചെറിയ സംശയം. നിങ്ങളുടെ ഇരിപ്പ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. ഉൽപ്പത്തി 17:17. അപ്പോൾ അബ്രഹാം കവിണ്ണ് വീണ് ചിരിച്ചു. പ്രൈസ് ദി ലോർഡ്. ഭൂരിഭാഗം ആളുകൾ സാറാ ചിരിച്ച കാര്യം പറഞ്ഞങ്ങ് വിടത്തേ ഉള്ളൂ, അബ്രഹാം ചിരിച്ച കാര്യം പറയത്തേ ഇല്ല. പ്രൈസ്. അതുകൊണ്ട് ഇങ്ങനെ ഗൗരവമായിട്ടിരിക്കുക. അബ്രഹാം കവണ്ണ് വീണ് കിടന്ന് ചിരിച്ചു. പ്രൈസ് ദി ലോർഡ്. ഈ ചിരി എന്താ? ഞാൻ നിനക്കൊരു സന്തതിയെ തരാം. നിന്റെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന വിഷയത്തിൽ ഞാൻ പരിഹാരം തരാം. ഇപ്പോഴത്തെ സാഹചര്യം നീ മറക്കണം. സ്തോത്രം. മറക്കരുതേ. ഇപ്പോഴത്തെ നിന്നിലുള്ള സാഹചര്യങ്ങൾ നീ മറക്കണം. നീ ബലഹീനനാണ് പറയുന്നത്, പക്ഷെ നിന്റെ സാഹചര്യം നീ മറക്ക. നീ മറക്കാൻ തയ്യാറായാൽ ഞാൻ നിന്നോട് പറഞ്ഞ വാഗ്ദത്തം നിവർത്തിക്കും. സാഹചര്യങ്ങൾ മുഴുവൻ എതിരായി മാറുന്നു. സാഹചര്യം എതിരായി മാറുമ്പോൾ ദൈവ ശബ്ദത്തിന് വേണ്ടി നമ്മൾ നിൽക്കാൻ തയ്യാറാകണം. സ്തോത്രം. ദൈവശബ്ദം കേൾക്കുന്ന എത്ര പേരുണ്ട് ഇതിനകത്ത്? ദൈവശബ്ദം കേൾക്കുന്നവർ. ദൈവശബ്ദം കേൾക്കാനായിട്ടൊരു ചെറിയ ടെക്നിക്ക് ഞാൻ പറഞ്ഞുതരാം. ഏതായാലും ഇത്രയായല്ലോ. പ്രാർത്ഥിച്ചിട്ട് ഒരു ശകലം നേരം പ്രാർത്ഥനപ്പായ തന്നെ കണ്ണടച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. പ്രാർത്ഥന കഴിഞ്ഞ് ആമേനൊക്കെ പറഞ്ഞ് നിർത്തിവെച്ച് അവിടെ തന്നെ ഇരിക്കണം. ദൈവം തിരിച്ച് സംസാരിക്കാൻ തുടങ്ങും. സ്തോത്രം, സ്തോത്രം. ഇരുന്ന് ദൈവശബ്ദം കേൾക്കുന്ന മാതാക്കൾ ഇതിനകത്തുണ്ടല്ലോ, ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്ന ആൾ ഇതിനകത്തുണ്ടല്ലോ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ദൈവം ഏത് സമയത്തും സംസാരിക്കുന്ന ദൈവമാണ്. അബ്രഹാമിന് വാഗ്ദത്തമൊക്കെ ഉണ്ടെങ്കിലും ഈ ഒരു വിഷയത്തിൽ ദമ്മേശക്കാരൻ എലയാസർ ഇതിന് അവകാശികൾ പറഞ്ഞു നിൽക്കുമ്പോൾ ഉൽപ്പത്തി 18-ാം അധ്യായത്തിൽ വായിക്കേണ്ട ഇങ്ങോട്ട് നോക്കൂ. ഉൽപ്പത്തി 18-ാം അധ്യായത്തിൽ
അബ്രഹാമിനോട് സ്വർഗം പറയുന്നു, അനുഗ്രഹിക്കാൻ പോവുക. അബ്രഹാമിൻ്റെ വീട്ടിൽ 3 ദൂതന്മാർ കാളക്കുട്ടിയർത്ത് മനോഹരമായ ശ്രേഷ്ഠമായ ആഹാരം കൊടുത്ത് അബ്രഹാം അവരെ പറഞ്ഞയക്കാൻ തുടങ്ങുമ്പോൾ അബ്രഹാമിന്റെ ചോദ്യം, സാറായി എന്തി? സാറായി എന്തി? നിങ്ങൾ ബൈബിൾ വായിക്കുന്നവരല്ലേ? മറുപടി, അവൾ കൂടാരത്തിനകത്ത്. അതിനാ കൂടാരത്തിനകത്ത്? ഓരോ രാജ്യത്തിനും അതിൻ്റെതായ കൾച്ചറുണ്ട്. സാറായി കൂടാരത്തിനകത്തിരിക്കാനുള്ള കാരണം 20 വർഷത്തിന് മുകളിൽ വിവാഹം കഴിഞ്ഞിട്ട് തലമുറയില്ലാത്ത ആളുകൾ കൂടാരത്തിനകത്തിരിക്കണം. കൂടാരത്തിനകത്തുനിന്ന് പുറത്തിറങ്ങാൻ പാടില്ല. സ്തോത്രം പറയണം. സ്തോത്രം. ഇപ്പോൾ കൂടാരത്തിനകത്തിരിപ്പാൻ തുടങ്ങിയിട്ട് 4 വർഷത്തോളം ആകുന്നു. ഒരു സ്തോത്രം പറയണം. ഒരു സ്തോത്രം പറയണം. ഇന്ന് പകലാരോ പുറത്തിറങ്ങുവാൻ കഴിയാതെ അന്തരാത്മാവ് ഭാരപ്പെട്ട ചില വിഷയവുമായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. സ്വർഗത്തിലെ ദൂതന് മറുപടിയുണ്ട്, അബ്രഹാമേ, ഞങ്ങൾ നിൻ്റെ വീട്ടിൽ വന്നത് നീ തന്നെ ആഹാരം കഴിക്കാനല്ല. ഒരു സ്തോത്രം പറയണം. പല വിശ്വാസികളുടെയും തെറ്റായ വിചാരമുണ്ട്, നമ്മൾ കൊടുക്കുന്നത് പാസ്റ്റർക്കാണ്. ഒരിക്കലും അല്ല. സ്തോത്രം. പാസ്റ്റർമാർക്ക് ആഹാരം കൊടുക്കുന്ന ഈ മക്കളല്ലേ ഇവിടെ? പാസ്റ്റർമാർക്ക് പണം കൊടുക്കുന്നവരല്ലേ ഇരിക്കുന്നത്? പക്ഷെ ഒരിക്കലും അത് അവർക്കല്ല. അവരുപയോഗിക്കുന്നു, ശരിയാ, പക്ഷെ അത് അവർക്കല്ല, അത് നമുക്കാ. സ്തോത്രം. സ്തോത്രം പറഞ്ഞില്ല. ആ ബോധ്യമുള്ള ആരെങ്കിലും ഉണ്ട് ഇതിനകത്ത്? സ്തോത്രം നിങ്ങൾ പറഞ്ഞില്ല. ആ ബോധ്യമുള്ള എത്ര പേര് ഇതിനകത്തുണ്ട്? പ്രൈസ് ദി ലോർഡ്. പല ആളുകളുടെയും വിചാരം പാസ്റ്റർ വീട്ടിൽ വന്നു, പോകാൻ നേരത്ത് 1000 രൂപ കൊടുത്തു, 500 രൂപ കൊടുത്തു. ഞാൻ ഇന്നലെ പാസ്റ്റർ വന്നപ്പോൾ 500 കൊടുത്തല്ലോ, അത് പാസ്റ്റർക്കാന്നാണ് വിചാരിക്കുന്നത്. ഒരിക്കലുമല്ല, അത് പാസ്റ്റർക്കല്ല. നമ്മുടെ തലമുറയ്ക്കും കൊച്ചുമക്കൾക്കുള്ള ഡിപ്പോസിറ്റ് അത്. ഒരു സ്തോത്രം പറയുന്ന ഉള്ളങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. അതൊരു ഡിപ്പോസിറ്റ്, അത് തിരിച്ചു വരും. എൻ്റെ പപ്പ ഒരു വിശ്വാസി അല്ലാതിരിക്കുന്ന സമയത്ത്, അന്ന് പശു വളർത്തൊക്കെ ഉണ്ട്, വിശ്വാസി അല്ലാതിരിക്കുന്ന സമയത്ത് കൃഷികളും ഒക്കെ ഉണ്ട്, ഒത്തിരി ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ഒരു പശുവിനെ മേടിക്കാൻ പോകുമ്പോൾ IPC എബനേസർ ചർച്ച് എന്ന് എഴുതി വെച്ചിരിക്കുന്ന ഒരു ഹോള് കണ്ടു. വിശ്വാസിയൊന്നുമല്ല. ആ ഹോളിൻ്റെ അടുത്ത് ചെന്നപ്പോൾ ആരോ ഒരാൾ പറഞ്ഞു, ആ ഹോളിനകത്ത് കയറി അവിടെ പൈസ കൊടുത്തിട്ടേ പോകാവുള്ളെന്ന്. കയ്യിലിരുന്ന പൈസയുടെ ഒരു ഭാഗം, വളരെ വർഷങ്ങൾക്ക് മുൻപാണ്, കയ്യിലിരുന്ന പൈസയുടെ ഒരു ഭാഗം ആ ഹോളിനകത്ത് കയറി. ഒരു ഭാഗം പിടിച്ച പാസ്റ്റർ 3 പിള്ളേരും ഇരിപ്പുണ്ട്, ഭാര്യയുണ്ട്. അദ്ദേഹത്തിനോട് പറഞ്ഞു, ഞാനിതുപോലെ പശുവിനെ മേടിക്കാൻ പോവുക. പോയ വഴിക്ക് ഈ ഹോളിൻ്റെ വാതിൽക്ക് വന്നപ്പോൾ എന്നോട് പറഞ്ഞു, ആരോ പറഞ്ഞു, അവിടെ കയറി കുറച്ച് പൈസ കൊടുത്തിട്ടേ പോകാവുള്ളെന്ന്. ആ ഹോളിൽ കയറി കയ്യിലിരുന്ന പൈസയിൽ ഒരു ഭാഗം അവിടെ കൊടുത്തപ്പോൾ ആ പാസ്റ്റർ തുറന്നു നോക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞ് ഏങ്ങലടിച്ച് കരഞ്ഞ് എൻ്റെ പിതാവിനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ട് പറഞ്ഞു, ഞങ്ങൾ 3 ദിവസമായി ആഹാരം കഴിച്ചിട്ടെന്ന്. ഞങ്ങൾ ആഹാരം കഴിച്ചിട്ട് 3ാമത്തെ ദിവസമാണ്. സ്തോത്രം. എൻ്റെ പിതാവിനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ട് പറഞ്ഞു, എവിടെ വീട്, വീട്ടുപേരുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചു, എല്ലാം പറഞ്ഞു കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. അന്ന് വിശ്വാസിയൊന്നുമല്ല. അന്ന് കൊടുത്ത പൈസയാണ് എൻ്റെ വീട്ടിൽ വർഷങ്ങൾക്ക് ശേഷം മാതാപിതാക്കൾ വിശ്വാസത്തിൽ വന്നു. എൻ്റെ വീട്ടിൽ എല്ലാ ബുധനാഴ്ചയും വീണ്ടും പ്രാർത്ഥന തുടങ്ങി. എല്ലാ ബുധനാഴ്ചയും ഇവർക്ക് ഭക്ഷണം കൊടുക്കാൻ തുടങ്ങി. സ്തോത്രം നിങ്ങൾ പറയണേ. അതിൻ്റെ കാര്യം എന്താണെന്ന് പറയും. കഴിഞ്ഞ ബുധനാഴ്ചയും കൊടുത്തു, നാളെ കർത്താവ് അനുവദിച്ച കർത്താവ് വന്നില്ലെങ്കിൽ നാളെയും കൊടുക്കും. ഒരു സ്തോത്രം പറഞ്ഞില്ല. സ്തോത്രം 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 പറയാൻ നിങ്ങൾ തയ്യാറാക്കണം. അവൻ ഇങ്ങനെ ദീർഘ സംവത്സരങ്ങൾ, 1 വർഷമല്ല, 10 വർഷമല്ല, 20 വർഷമല്ല, 30 വർഷമല്ല, ദീർഘ സംവത്സരങ്ങൾ എല്ലാ ബുധനാഴ്ചയും ആളുകൾക്ക് ആഹാരം കൊടുക്കുന്നതിൻ്റെ കാര്യം ഒരു ദൈവദാസനും കുടുംബത്തിനും പണ്ട്
ഒരു തുക കൊടുത്തതിന് നന്മയാണ് ദീർഘസമ്പത്സരങ്ങളെ തലമുറകളായി ഞങ്ങൾ അനുഭവിക്കുന്ന നന്മ. ഒരു സ്തോത്രം പറയാൻ കഴിയുമെങ്കിൽ ഇന്ന് മുതൽ കർത്താവിനെ സ്തുതിക്കാൻ തയ്യാറാകണമേ. അബ്രഹാമിനോട് സ്വർഗം പറയുന്നു, ദൂതന്മാർ പറയുന്നു, നിന്റെ വീട്ടിൽ നിന്ന് ആഹാരം കഴിക്കാനല്ല ഞങ്ങൾ വന്നത്. 4 പരം വർഷമായി കൂടാരത്തിനകത്ത് പുറത്തിറങ്ങുവാൻ കഴിയാതെ നിന്റെ ഭാര്യ കൂടാരത്തിനകത്തിരിക്കല്ലേ. സാറായി വിളി. സാറായി എന്തിയ? സാറായിയെ വിളിച്ചു. അബ്രഹാമിന്റെ പുറകിൽ കൂടാരത്തിൻ്റെ വാതിക്കൽ പുറത്തിറങ്ങരുത് എന്ന നിയമം. ബൈബിൾ വായിക്കണം സമയം കിട്ടുമ്പോൾ. അബ്രഹാമിന്റെ പുറകിൽ കൂടാരത്തിൻ്റെ വാതിക്കൽ സാറായി വന്ന് അബ്രഹാമിന്റെ പുറകിൽ നിന്നുകൊണ്ട് ദൂതന്മാരെ നോക്കി. സ്തോത്രം. അവളോട് പറയുന്നു, അടുത്ത വർഷം ഈ നേരത്ത് നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരവാ. സ്തോത്രം, സ്തോത്രം. ഇന്ന് പകൽ സ്വർഗം ചില ഉള്ളങ്ങൾ വിളിച്ചു പറയുന്നു, ഉയരത്തിലെ ശക്തി പകരുന്ന പകലാണ്. അവൻ നാളുകളായി മൂടിക്കിടന്ന ചില വിഷയങ്ങളുടെ മേൽ, അടയപ്പെട്ട് കിടന്ന വിഷയങ്ങളുടെ മേൽ ഇന്ന് മുതൽ സ്വർഗം വിളിച്ചു പറയുന്നു, എനിക്ക് മറുപടി അയക്കണം, എനിക്ക് ദൂതനെ ഇറക്കണം, നിന്നെ എനിക്ക് പുറത്തു കൊണ്ടുവരണം. എത്ര പേർക്കുന്ന പോലെ ഉറപ്പുണ്ട്, നിന്റെ കുടുംബത്തിൽ നീ ദുഃഖിതനായി കൂടാരത്തിനകത്തിരിപ്പാനല്ല ഞാൻ നിന്നെ കണ്ടിരിക്കുന്നത്, എനിക്ക് നിന്നെ വെളിയിൽ കൊണ്ടുവരണം. ഇന്ന് പകൽ ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചില വിഷയത്തിന് വിടുതൽ നടന്ന് അകത്ത് നീ ദുഃഖിച്ചിരിക്കുന്ന വിഷയങ്ങളുടെ മേൽ സ്വർഗം നിന്നെ തൊട്ട് നിന്നെ പുറത്തു കൊണ്ടുവന്ന് 2016 തന്നെ നാം ഒരു വലിയ പോരാട്ടത്തിലാണ് ദൈവമക്കൾ നിൽക്കുന്നത്. ശക്തമായ പോരാട്ടങ്ങൾ ദൈവമക്കൾ നിൽക്കുന്നത്. പുതിയ നിയമസഭയ്ക്ക് ഇത്ര വലിയ പോരാട്ടമുണ്ടോ? ഉണ്ട്. ഉയരത്തിലെ ശക്തി അനുഭവിച്ചില്ലെങ്കിൽ നമ്മുടെ ജീവനെ പോലും നഷ്ടപ്പെടുത്താൻ വ്യാപരിക്കൊരു ശക്തിയുണ്ടെന്ന പുസ്തകം പറയുന്നു. ഒരുപാട് പ്രസംഗിക്കുന്ന ദൈവമക്കളല്ലേ, അങ്ങനെങ്കിൽ പുസ്തകത്തിന് തെളിവ് തരത്തില്ലെങ്കിൽ പ്രസംഗം ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. വായിച്ചു അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 23-ാം അധ്യായം 12 മുതലുള്ള വേദഭാഗങ്ങൾ വേഗത്തിൽ സഹോദരന്മാരാരെങ്കിലും ശബ്ദം ഉയർത്തി വായിച്ച്. അപ്പോസ്തലപ്രവൃത്തി 23-ാം അധ്യായം 12-ാമത്തെ വാക്യം. നേരം വെളുത്തപ്പോൾ ചില യഹൂദന്മാർ തമ്മിൽ യോജിച്ചു, പൗലോസിനെ കൊന്നുകളയുവോളും. വല്ലതും മനസ്സിലായെങ്കിൽ സ്തോത്രം പറഞ്ഞു. ഇന്ന് പകൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ചില ഉള്ളങ്ങളോട് ദൈവാത്മ ഇടപെടുന്നു. നിങ്ങളെ തൊട്ട് ദൂത് പറയണം എൻ്റെ മനസ്സിലാഗ്രഹമുണ്ടെങ്കിലും ഞാൻ ആ ഭാഗം അങ്ങ് വിടുക. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അന്തരാത്മാവിൽ ശക്തമായിട്ട് ഇടിനാദം പോലെ ദൈവാത്മാവ് തരുന്നു. നിൻ്റെ ജീവനെതിരെ വ്യാപരിക്കുന്ന ഒരു ശക്തി ഉണ്ടെന്നുള്ള കാര്യം മറക്കരുത്. നിൻ്റെ ആയുസ്സിനോട് പോരാടുന്ന മേഖലയുണ്ട്. നിൻ്റെ ശരീരത്തിന്മേൽ രോഗമിട്ടിരിക്കുക. ഇന്ന് പകൽ അതിന്മേൽ ജയം കർത്താവ് അയക്കാൻ പോവുകയാണ്. സ്തോത്രം പറഞ്ഞ ഉള്ളങ്ങൾക്ക് ദൈവത്തെ സ്തുതിക്കുന്നു. സമയത്തിനു മുൻപേ വെട്ടിമാറ്റുമെന്ന് വാദിക്കുന്ന വാദക മേൽ സ്വർഗം വിടുതലയച്ചും. അതിനൊറ്റ കാര്യം നാം ഏറ്റെടുക്കണം, ഉയരത്തിലെ ശക്തി സംഭരിക്കണം. നേരം വെളുത്തപ്പോൾ യഹൂദന്മാർ തമ്മിൽ യോജിച്ചു. അവർ യോജിച്ചതിൻ്റെ കാരണം മറ്റൊന്നുമല്ല. എന്തോ നടക്കണം നിങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ. പൗലോസിനെ കൊല്ലണം. അതൊരു വലിയ ആഗ്രഹമല്ലേ? ശുശ്രൂഷയുള്ള, വേർപാടുള്ള, ആരാധനയുള്ള, പ്രമാണമുള്ള ഒരുവനെ കൊല്ലുവാൻ 40-ലധികം ആളുകൾ സംഘം കൂടി രക്തം ശപഥം ചെയ്തിരിക്കുക. ദൂത് മനസ്സിലാകും. നിങ്ങൾ ഒരുപാട് പ്രസംഗം കേൾക്കുന്നവരാ.
ഇന്ന് പകൽ എനിക്ക് പ്രസംഗിക്കാതെ പോകാൻ പറ്റില്ലല്ലോ. പ്രൈസ് ദി ലോർഡ്. രക്തതാഴ്ചയം നിൻ്റെ ശരീരത്തോട്, നിൻ്റെ ജീവനോട്, നിൻ്റെ ആയുസ്സിനോട് അവൻ സ്തോത്രം ശപഥം ചെയ്ത് അവൻ നിൻ്റെ ശുശ്രൂഷ നിർത്തുവാൻ, പ്രാർത്ഥന നിർത്തുവാൻ, ഈ പോക്ക് നിർത്തുവാൻ, ജീവനെ അപകടത്തിലാക്കി മാറ്റുവാൻ, സമയത്തിനു മുൻപ് രോഗമിടുവാൻ, തകർത്തുകളയാൻ വാദിക്കുന്ന ചില ശാപത്തിൻ്റെ ശക്തികൾ, ശപഥ ശക്തികൾ ാണ് പറയുന്ന. ഫിലിപ്പ് ലേഖനം 3-ാം 10-ാമത്തെ വാക്യം വായിക്കണം. ഫിലിപ്പ് ലേഖനം 3:10. പൗലോസ് അപ്പോസ്തലൻ അതിൻ്റെ വിശദീകരണം അവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊന്നും പൗലോസ് അപ്പോസ്തലനെ തൻ്റെ ശരീരത്തെ കീഴടക്കുവാനോ മരണപ്പെടുത്തുവാനോ കഴിഞ്ഞില്ല. വായിച്ചേ. അവൻ്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെയും അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും അവനെയും അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെയും അനുഭവിച്ചറിയുക. പൗലോസ് അപ്പോസ്തലനെ കൊന്നുകളഞ്ഞു, കല്ലെറിഞ്ഞ്. അതെവിടെ? ആ സംഭവമാണ്. താൻ ശരീരത്തോടെയോ ശരീരം കൂടാതെയോ 3-ാം സ്വർഗം വരെ എടുക്കപ്പെട്ടു. 14-ാം അധ്യായം, പ്രവൃത്തിയുടെ പുസ്തകം 14-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിൽ കൊടുത്തിട്ടുണ്ട്. എന്നാൽ അന്ത്യോക്യയിൽ നിന്ന് 14:19 പൗലോസിനെ കല്ലെറിഞ്ഞു. ശ്രദ്ധിക്കൂ, ഈ വിഷയം മരണകരമായ ചില വിഷയമാണ്. ദൈവാത്മാവ് ദൂത് തരുന്നു. റീമാന ശംദൽ കമനഗക്ഷസ്യ അർത്തുന ജഗൽക്കനെ വൈശ്വപ്രമനഘടകക്ഷസ്യ. ഇതിനകത്തിപ്പോൾ ആരോഗ്യത്തോടെ നടക്കുന്ന ചിലതിനെതിരെ വ്യാപരിക്കുന്ന ശക്തിയെ ഇന്ന് പകൽ തിരിച്ചറിയാൻ പരിശുദ്ധാത്മാവ് പറയുന്നു. പരിശുദ്ധാത്മാവ് ബുദ്ധി ഉപദേശിക്കുന്നു. നിന്റെ ശരീരത്തോട് പോരാടുന്ന മേഖലയുണ്ട്, ആരോഗ്യത്തോട് പോരാടുന്ന വിഷയമുണ്ട്, നിന്റെ മരണം വരുത്താൻ വ്യാപരിക്കുന്ന വിഷയമുണ്ട്. ഇന്ന് പകൽ ശപഥം ചെയ്ത സംഭവമുണ്ട്. നിങ്ങൾ അറിയാത്ത ചിലത് നിങ്ങളുടെ പുറകെ വ്യാപരിക്കുന്നുണ്ട്. അനുഭവമില്ലാതെ പ്രസംഗിക്കാൻ പറ്റില്ല. ഇന്ന് പകൽ ഇവിടെ വന്ന ചിലരോട് പരിശുദ്ധാത്മാവ് പറയുന്നു, നിങ്ങളുടെ ദൈവം ജീവനുള്ള ദൈവമെന്ന് ഇന്ന് പറയാൻ കേരളമാകട്ടെ. കരമടിച്ചും വാതുറന്നും ഇവിടെ ദൈവത്തെ സ്തുതിക്കുന്നതിന്റെ കാരണം എന്റെ ദൈവം ജീവനുള്ള ദൈവമാണ്. പൗലോസേ, നിന്റെ ജീവനെ നഷ്ടപ്പെടുത്തുവാൻ ഉപവാസവും പ്രാർത്ഥനയും നടക്കുക. നമ്മൾ ഉപവസിക്കുന്ന പോലല്ല. അവർ ഉപവസിക്കുന്നത് വെള്ളം കുടിക്കാതെ, ആഹാരം കഴിക്കാതെ. നമ്മൾ ഉപവസിക്കുന്ന നേരെ തിരിച്ചാ. ഇപ്പം ഈ ഉപവാസ പ്രാർത്ഥന എന്നൊക്കെ പറഞ്ഞാൽ ആളുകൾ ഉപവസിക്കുന്നവർ കുറവാണ്. രോഗമായതുകൊണ്ടാണ്. സ്തോത്രം പോയി. കോട്ടയത്തൊരു സഭയിൽ വലിയ ബാനറും പോസ്റ്ററൊക്കെ എഴുതി വെച്ചു, വരുന്നു കാനസജി പ്രസംഗിക്കുന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചു. ഈ കണ്ടപ്പോൾ നല്ല സന്തോഷമുണ്ട്. ഉപവാസ പ്രാർത്ഥനയും വിടുതൽ ശുശ്രൂഷയും. ഞാൻ ആ യോഗത്തിൽ ജനത്തോട് ചോദിച്ചു, ഉപവസിക്കുന്നവരുന്ന് കൈവക്കാൻ പറഞ്ഞു. പാസ്റ്ററും ഭാര്യയും പാസ്റ്ററുടെ മോനും 2 പെൺപിള്ളേരും കൈവക്കി. പിന്നെ ചട്ടയും കൊണ്ട് കൊടുത്ത് ഒരമ്മച്ചി കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ കൈവക്കി. അപ്പോൾ ഇത്രയും പ്രായമുള്ള അമ്മച്ചി ഉപവസിക്കുന്ന കണ്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി. ഞാൻ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി
അമ്മച്ചിയുടെ അടുത്ത് നിന്ന് വെച്ചു, അമ്മച്ചി എന്താ ഇങ്ങനെ ഉപവസിക്കാനുള്ള കാരണം? എന്നോട് പറഞ്ഞു, പാസ്റ്ററെ, മരുമോളെന്ന് പറഞ്ഞ ഒരു തിരുവല്ലായി എന്ന് വന്നിട്ടുണ്ട്. അവൾ എഴുന്നേൽക്കുമ്പം 10 മണിയാവും. ഞാൻ സഹികെട്ട് ഇറങ്ങിപ്പോകുന്നതാണ്. സ്തോത്രം. ഉപവാസ പ്രാർത്ഥന പല സ്ഥലങ്ങളിലും നടത്തുന്നുണ്ടെങ്കിലും ഉപവാസമുള്ള എത്ര പേരുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ പൗലോസിന്റെ ജീവനെ നഷ്ടപ്പെടുത്താൻ ഉപവസിച്ച ഉപവാസം ചെറിയ ഉപവാസമല്ല. അവർ വെള്ളം കുടിക്കാതെയും ഭക്ഷണം കഴിക്കാതെയും അവർ 40-ലധികം ആളുകൾ ഉപവാസമാണ്. അവർ ശപഥം ചെയ്തിരിക്കുക, ഞങ്ങളൊന്നും ചെയ്യത്തില്ല, വെള്ളം കുടിക്കത്തില്ല, ഞങ്ങൾ ആഹാരം കഴിക്കത്തില്ല. എന്തിനാ? പൗലൂസിനെ കൊല്ലണം. ഇന്നൊരു ദൂതിനകത്തൂടെ ദൈവാത്മാവ് തരുന്നു. ഉയരത്തിലെ ശക്തി ലഭിച്ചില്ലെങ്കിൽ, ഉയരത്തിലെ ശക്തി പ്രാപിച്ചില്ലെങ്കിൽ ഭവനത്തിൻ്റെ ഉള്ളറയിൽ ചിലത് വെളിപ്പെടുത്താൻ പിശാചു വാദിക്കുന്നു. ആ പദ്ധതികളുടെ മേൽ ഇന്ന് പകൽ നമ്മൾ ജയമേറ്റെടുക്കണം. സ്തോത്രം പറയണം. എനിക്കിന്ന് പകൽ ആവശ്യമായിരിക്കുന്നത് ഉയരത്തിലെ ശക്തിയാണ്. എൻ്റെ കുടുംബത്തിന് ആവശ്യമായിരിക്കുന്നത് ഉയരത്തിലെ ശക്തിയാണ്. പരിശുദ്ധാത്മാവിന്റെ ശക്തികൾക്ക് ആവശ്യമാണ്. എന്താണ് പുനരുത്ഥാനത്തിന്റെ ശക്തി? അത് കല്ലറയിൽ ഒതുക്കാവുന്നതല്ല. കല്ലുകൊണ്ടടച്ച് മുദ്ര വെച്ചാലും ഇത് പുറത്തു വരും. സ്തോത്രം, സ്തോത്രം. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നു, നിങ്ങളുടെ ചിന്താഗതിക്ക് അതീതമായി ദൈവികമായ വിടുതൽ വെളിപ്പെടും. സ്തോത്രം. വിശ്വസിക്കുന്നവരുടെ പരിശുദ്ധാത്മാവ് പറയുന്നു, നിങ്ങളുടെ ചിന്തയ്ക്ക് അതീതമായി പരിശുദ്ധാത്മാവ് ഇടപെടും. യേശുവിന്റെ ശക്തി പകരും, ശക്തി പുറപ്പെടും. അത് വൈരികളെ ദഹിപ്പിക്കും. ആ ശക്തി പകരുകയാണ്. പരിശുദ്ധാത്മാവിന്റെ അത്യന്തമായ ശക്തി പകരുകയാണ്. വെളിപ്പെട്ടു വന്ന വിഷയങ്ങളുടെ മേൽ കർത്താവ് വിടുതലയക്കും. ദൂതനെ ഇറക്കും. പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും. നമ്മുടെ ചിന്തയ്ക്ക് അതീതമായിട്ടാണ് ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത്. ഒരു ശവവും കൂടി ജനം മുന്നോട്ട് പോകുക, വളരെ ധൃതി വെച്ച് ശവസംസ്കാരം നടത്താൻ പോകുന്നു. കല്ലറയിൽ ആളുകൾ കാപ്പി സൽക്കാരത്തിൽ നിൽപ്പുണ്ട്. ധാരാളം ആളുകൾ കല്ലറയിലുണ്ട്. കാപ്പി സൽക്കാരത്തിന് വേണ്ടി ആളുകൾ നിൽക്കുന്നു. ഈ ശവസംസ്കാരത്തെ ഒരു മനുഷ്യൻ അലങ്കോലപ്പെടുത്തി. അദ്ദേഹം വന്ന് ശവടക്കൽ കൊണ്ടുപോകുമ്പോൾ ആ ശവമഞ്ചത്തെ കയറി പിടിച്ചു. ശവസംസ്കാരം അലങ്കോലപ്പെട്ടു. സ്തോത്രം പറയാമോ? സ്തോത്രം പറയാമോ? ശവസംസ്കാരം അലങ്കോലപ്പെട്ടു. വല്ലവിധേനയും അങ്ങേ സെമിത്തേരിയിൽ ഇതടക്കണം എന്ന് വിചാരിച്ച് വേഗത്തിൽ കൊണ്ടുപോകുമ്പോഴാണ് യേശുക്രിസ്തു മഞ്ചത്തെ കയറി തൊട്ടു. സ്തോത്രം. മനുഷ്യന്റെ ചിന്തയ്ക്ക് അതീതമായി ഇന്ന് പകൽ അലങ്കോലപ്പെട്ടാലും ഒരത്ഭുതം വെളിപ്പെടുക. എത്ര പേർക്ക് ഇന്ന് പോലെ ആത്മാർത്ഥത്തെ ശ്രമിക്കാൻ കഴിയും? ഇത് അലങ്കോലപ്പെട്ടതല്ല. ശവടക്കാൻ കൊണ്ടുപോകുന്നവർക്ക് ഒറ്റ ആഗ്രഹമുള്ളൂ, ഇത് അടക്കേച്ച് വരണം. സെമിത്തേരിയിൽ ആൾ നിൽപ്പുണ്ട്. വെള്ളവും അത്യാവശ്യം സൽക്കാരത്തിനുള്ളത് അവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. എല്ലാം അലങ്കോലപ്പെട്ടു. സ്തോത്രം, സ്തോത്രം പറഞ്ഞില്ല. ഇപ്പോഴെല്ലാം അലങ്കോലപ്പെട്ടു. കാപ്പിക്കാരനോട് എങ്ങനെ വിളിച്ചു പറയും? അവിടെ ആഹാരം കൊടുക്കാനുള്ളവരോട് എങ്ങനെ വിളിച്ചു പറയും? ഇനിയും ചില മൈലൂടെ യാത്ര ചെയ്യണം.
ഈ മൃതശരീരം അടക്കണമെങ്കിൽ രക്തം ചെയ്യും. വഴിമധ്യത്തിൽ ഒരുവൻ തൊട്ടു. ഇന്ന് പകലാരോട് പരിശുദ്ധാത്മാവ് പറയുന്നു, നിങ്ങൾ കൊണ്ടുപോയ ഭാരത്തെ ഇന്ന് സ്വർഗം ഏറ്റെടുക്കുകയാണ്. സ്വർഗം വിളിച്ചു പറയുന്നു, ഞാൻ ആ പ്രശ്നത്തിന് പരിഹാരം അയക്കും. മുഴങ്കാലിരിപ്പാൻ കഴിയുന്ന മുഴുവൻ ആളുകളും മുഴങ്കാലിൽ ഇരുന്നു കൊണ്ട്, കരമുയർത്തുവാൻ കഴിയുന്ന സകല ആളുകളും 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എല്ലാ കണ്ണുകളും അടയട്ടെ, എല്ലാ ഹൃദയം ഏകാഗ്രമാകട്ടെ. പ്രായമുള്ളവരെ ഉദ്ദേശിച്ചല്ല ഞാൻ പറഞ്ഞത്. പ്രായമുള്ള ആർക്കെങ്കിലും എഴുന്നേറ്റ് നിൽക്കാൻ മനസ്സിലാഗ്രഹമുണ്ടെങ്കിൽ, മുഴങ്കാലിരിപ്പാൻ കഴിയാത്തവർ എഴുന്നേറ്റ് നിന്നു. ഞങ്ങൾ നിന്ന് പ്രാർത്ഥിക്കുന്ന മുട്ട നിന്ന് പ്രാർത്ഥിക്കും. ആ 2 കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച്, 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ച്, കർത്താവേ എനിക്കിന്നൊരു വിടുതൽ തരണം, എൻ്റെ പ്രശ്നത്തിന് അങ്ങ് പരിഹാരം നൽകി തരണമേ, എൻ്റെ ആകുല ചിന്തകളുടെ മേൽ മറുപടി നൽകി തരണേ. എല്ലാ കരങ്ങളും ഉയർത്തിപ്പിടിച്ച് അവനവൻ്റെ വ്യക്തിപരമായ വിഷയങ്ങൾ ഇന്ന് പകൽ ദൈവകരങ്ങൾ ഏൽപ്പിച്ചിട്ട്, കർത്താവേ നീ മതിയായ ദൈവമാണ്, നീ വിടുവിപ്പാൻ ശക്തനായ ദൈവമാണ്, പോരാട്ടങ്ങളുടെ മേൽ ജയം തരാൻ അധികാരമുള്ള ദൈവമാണ്. ഇന്ന് പകൽ ഇതിനകത്ത് നിരാശപ്പെട്ടിരിക്കുന്ന ചില ഉള്ളങ്ങളുണ്ട്, ഭാരത്തോടെ വന്ന ചില ഉള്ളങ്ങളുണ്ട്. ഞങ്ങൾ എങ്ങനെ പുറത്തിറങ്ങും ആ വിഷയവുമായി എന്ന് ഭാരപ്പെട്ട ചില ഉള്ളങ്ങളെ പരിശുദ്ധാത്മാവ് കാണുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നു, അവൻ സ്തോത്രം, ഇന്ന് പകൽ യേശു നിങ്ങളെ തൊടുന്ന പകലാണ്. പ്രശ്നങ്ങൾക്ക് അവൻ പരിഹാരം നൽകി തരുന്ന ദൈവമാണ്. ഇന്ന് പകൽ വിശ്വാസത്തോടെ കർത്താവേ എനിക്കിനിയും ഉയരത്തിലെ ശക്തി ആവശ്യമാണ്, ഉയരത്തിലെ ശക്തി ആവശ്യമാണ് കർത്താവേ. ആ ഉയരത്തിലെ ശക്തി ഇത് പോരാ കർത്താവ്, ഇത് പോരാ, എനിക്ക് നിൽക്കണമെങ്കിൽ ഉയരത്തിലെ ശക്തി ആവശ്യമെന്നെ കേൾപ്പിച്ചെങ്കിൽ എൻ്റെ മേൽ ഇന്ന് പകൽ പകരണമേ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ ഓർപ്പിക്കുന്നു, നിങ്ങൾ ചെല്ലുന്ന സ്ഥലത്ത്, നിങ്ങൾ കാലുകൂത്തുന്ന സ്ഥലത്ത് നിങ്ങൾക്കെതിരെ വെളിപ്പെട്ടു വന്ന ചിലത് ഇന്ന് പകൽ വഴി മാറുന്നത് ദൈവാത്മാവ് കാണുകയാണ്. അവൻ നിൻ്റെ കുഞ്ഞിനെതിരെ, പഠനത്തിനെതിരെ, ഭാവി നന്മയ്ക്കെതിരെ മാറി മാറി രോഗമിട്ട് ജീവനെതിരെ, ആയുസ്സിനെതിരെ ഇതിനകത്തിരിക്കുന്ന ചില മാതാക്കളുടെ തലമുറകൾക്ക് മാനസിക നില പോലും തെറ്റിച്ചു കളയാൻ വ്യാപരിച്ച ശക്തികളെ ഇന്ന് പകൽ അഴിച്ചുവിടാൻ അധികാരമുള്ള ക്രിസ്തുവിൻ്റെ സാന്നിധ്യം ഈ പകൽ വെളിപ്പെടുകയാണ്. അഭിഷേകത്തിൻ്റെ ശക്തിയോടെ ഇന്ന് പകൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ വിളിച്ചു പറയുന്നു, നീ അനുഭവിക്കുന്നില്ല വിഷയങ്ങളുടെ മേൽ ആർക്കും മറുപടി തരാൻ കഴിയാതെ അവൻ തടസ്സപ്പെട്ട് കിടക്കുമ്പോൾ യേശു വിളിച്ചു പറയുന്നു, ഇന്ന് ആ വിഷയത്തിന് പരിഹാരം വെളിപ്പെടും. ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ച്, കരമൊന്ന് ഉയർത്തിപ്പിടിച്ച്, കരമൊന്ന് ഉയർത്തിപ്പിടിച്ച്, എല്ലാ കരങ്ങളും ഉയർത്തിപ്പിടിച്ച്, കർത്താവേ ഇന്ന് പകൽ എൻ്റെ മേൽ മറുപടി തരണം. എല്ലാ കരങ്ങളും ഉയർത്തിപ്പിടിച്ച്, യേശുവിൻ്റെ നാമത്തിന് ശക്തിയുള്ളതാണ്, യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തി, ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഇന്ന് പകൽ നമ്മുടെ മേൽ പകരുമാറാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തിയാൽ, ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഉയർത്തപ്പെട്ട കരങ്ങൾക്ക് വിരോധമായി ഉയർന്നു വരുന്ന പൈശാചിക മണ്ഡലങ്ങളെ ഇപ്പോൾ ഞങ്ങൾ ഒരു മനസ്സോടെ വെട്ടിമാറ്റുകയാണ്. ശരീരത്തിന്മേൽ രോഗമിട്ട് ജീവനോട്, ആയുസ്സിനോട്, ആരോഗ്യത്തോട് പൊരുതി വ്യാപരിച്ച സംഭവത്തെ ഇന്ന് ഞങ്ങൾ വെട്ടിമാറ്റുകയാണ്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ രക്തത്തിന്റെ ശക്തിയാൽ, പരിശുദ്ധമായ ശക്തിയാൽ ഞങ്ങളതിനെ വെട്ടിമാറ്റിയ ശക്തിയോടെ വലിയ വിടുതൽ വ്യാപരിക്കട്ടെ, വലിയ വിടുതൽ വ്യാപരിക്കട്ടെ, വലിയ വിടുതൽ വ്യാപരിക്കട്ടെ. കെട്ടഴിയട്ടെ, കെട്ടഴിയട്ടെ, പോരുകളെ വെച്ച് നടക്കട്ടെ, തീരങ്ങട്ടെ. യേശുവിന്റെ തീ, യേശുവിന്റെ തീ ശരീരങ്ങളിൽ വെളിപ്പെടട്ടെ,
അഴിയാത്ത കുരുക്കൾ അഴിഞ്ഞു മാറട്ടെ. കെട്ടുകൾ അഴിയപ്പെടുക. ആഭിചാര ശക്തിയുടെ മേൽ, അന്യായ പോരാട്ടങ്ങളുടെ മേൽ സ്വർഗം വിടുതലയക്കുക. രോഗമെട്ട് അഴിയപ്പെടുക. മരണഭീതിയിട്ടത് ജീവനോട് പൊരുതിയത് ഇതാ തീർന്നത്. ഞാൻ ആത്മാവിൽ കണ്ട പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ തീ, പരിശുദ്ധാത്മാവിന്റെ തീ, പരിശുദ്ധാത്മാവിന്റെ തീ. കൃപാവരങ്ങളെ നിറയപ്പെടുക. പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് വിളിച്ചു പറയുന്നു, നാളുകളായി വെളിപ്പെട്ട വിഷയം ഇന്ന് സ്വർഗം അഴിച്ചുവിടുക. ഈ രോഗം മരണത്തിനല്ല, ഈ കെട്ടുകൾ അഴിച്ചുവിടും. ശക്തിയുള്ള ഹൃദയത്തോടെ ആമേൻ. ഇതിന്റെ പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാ നമ്മോട് സംസാരിച്ചല്ലോ. ഉയരത്തിലെ ശക്തിയെക്കുറിച്ച് ആധികാരികമായി നാം ശ്രവിച്ചുകൊണ്ടായിരിക്കുകയായിരുന്നല്ലോ. ആമേൻ. ഉയരത്തിലെ ശക്തി ആരുടെ മേലൊക്കെ പകർന്നിട്ടുണ്ടോ അവരുടെയൊക്കെ ബലഹീനതകൾ മാറിയിട്ടുണ്ട്, പ്രതികൂലങ്ങൾ മാറിയിട്ടുണ്ട്. ഇന്നലകൾ എന്തിനെയൊക്കെ ഭയപ്പെട്ടുവോ അതിനെയൊക്കെ പിടിച്ചെടുക്കുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ ശക്തി പകർന്നെങ്കിൽ, ആമേൻ, ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പൈതലേ, നിന്റെ മേലും ആ ഉയരത്തിലെ ശക്തിയാ ദൈവം അയച്ചിരിക്കുന്നത്. അവൻ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാ ഈ പകൽക്കാലം അയച്ചിരിക്കുന്നത്. അവൻ നമ്മുടെ മധ്യേ കർത്താവിന്റെ ദാസനെ ശക്തമായി ഉപയോഗിച്ചല്ലോ. ഈ പകൽക്കാലം പകർന്ന വിടുതൽ ഓർത്തുകൊണ്ട് ഒരു നിമിഷം കൂടെ കരങ്ങൾ അടിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഇന്നലകളിൽ ഭയപ്പെട്ട ഭാരപ്പെട്ട വിഷയത്തിന്റെ മേൽ ഇന്ന് പകൽക്കാലം സ്വർഗം കരം വച്ചിരിക്കുകയാ. യെസ്, എവിടെയൊക്കെ ശത്രു അതിർവരമ്പ് കടിച്ച സ്ഥാനത്ത്, എവിടെയൊക്കെ ശത്രു ബന്ധിച്ച സ്ഥാനത്ത് സ്വർഗം ഇന്ന് പകൽക്കാലം അവൻ നിനക്ക് വേണ്ടി ഒരു സ്വാതന്ത്ര്യം അവൻ സ്വർഗം അയച്ചിരിക്കുകയാ. യെസ്, മോശയുടെ മേൽ പകർന്ന ദൈവത്തിന്റെ ശക്തി, ഏലിയാവിന്റെ മേൽ പകർന്ന ദൈവത്തിന്റെ ശക്തി, ഏലീശയുടെ മേൽ പകർന്ന ദൈവത്തിന്റെ ശക്തി ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പൈതലേ നിന്റെ മേലും പകർന്നിരിക്കുകയാ. ഒരു പുത്തൻ അഭിഷേകം, ഒരു പുത്തൻ കൃപ അവൻ ഇന്ന് പകൽക്കാലം ദൈവം നിന്റെ മേൽ പകർന്നിരിക്കുകയാ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. പിന്നെ നാം പുറകോട്ടല്ല, ഈ ശക്തി പ്രാപിച്ചുകൊണ്ട് പ്രതിബന്ധങ്ങളെ കണ്ട് പ്രതിസന്ധികളെ കണ്ട് ഭയപ്പെടാതെ അതിനെ തരണം ചെയ്യുവാൻ ദൈവം നമ്മുടെ ആഹ്വാനം ചെയ്യുന്നു. ഹല്ലേലൂയ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, ദൈവോരങ്ങളിലേക്ക് ഒന്ന് പകൽക്കാലം ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. ഈ ഉപവാസം ആരംഭിച്ച നിമിഷം മുതൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആവർത്തിച്ചു പറഞ്ഞൊരു വിഷയമാണ്. പ്രാരംഭ നിമിഷം കർത്താൻ വലിയൊരു ദാസനോടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മ നമ്മോട് സംസാരിച്ചു. അവൻ എന്നോട് പറ്റിയിരിക്കയാൽ ഞാൻ അവനെ വിടുവിക്കും. അവൻ ദൈവത്തോട് പറ്റിയിരിക്കുന്ന, ഉപവാസത്തോടെ ആയിരിക്കുന്ന ദൈവജനത്തിന്റെ മേൽ ഈ ദിവസങ്ങളിലെല്ലാം ദൈവം വലിയ വിടുതലുകളാണ് പകർന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് പകലും അവൻ അതേ വലിയ വിടുതലാണ് പകർന്നിരിക്കുന്നത്. ആമേൻ. സ്തോത്രം. പിന്നെയും നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. നാം ഏവരും പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിന് വിലയേറിയദാസൻ പാസ്റ്റർ എം വി കുഞ്ഞുമോൻ മുൻപോട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് ഈ സെക്ഷനോടെ അവസാനിക്കും. പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, നല്ല പകലിനായി സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. അതേ കർത്താവെ, ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച ആമേൻ ആരംഭിച്ച ഉപവാസ പ്രാർത്ഥനയുടെ ആരംഭ ദിവസം മുതൽ
ഈ സമയം വരെയും വലിയ കൃപ ഞങ്ങളുടെ മധ്യ പകർന്നുകൊണ്ടിരുന്നതിനായി സ്തോത്രം. കഴിഞ്ഞ സെക്ഷനുകളെ അനുഗ്രഹിച്ച ദൈവം ഈ 4-ാം പകൽക്കാലവും കർത്താവ് ഞങ്ങളെ അനുഗ്രഹിച്ചതിനായി സ്തോത്രം. കർത്താവെ ശുശ്രൂഷിച്ച കർത്താവിൻ്റെ ദാസനെ ശക്തിയോടെ കർത്താവ് കരങ്ങളെടുത്തല്ലോ. പിന്നെയും അനേകായിരങ്ങളുടെ മധ്യ നിർത്തേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കേട്ടത് നീ ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ വിലപ്പെട്ട ചില ശബ്ദങ്ങളും ആലോചനകളും ഇന്ന് പകൽക്കാലം കർത്താവെ ദൈവജനത്തിനു മേൽ ദൈവസഭയുടെ മേൽ പകർന്നതിനായി സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവെ ആമേൻ വിടുതലുമായി ദൈവസന്നിധിയിൽ ആമേൻ വിശ്വസ്തയോടെ നിലകൊള്ളുവാൻ കർത്താവ് പിന്നെ സഹായിച്ചാട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ തുടർന്ന് നടക്കുന്ന സെക്ഷനുകളെയും കർത്താവ് അനുഗ്രഹിക്കണം. ഉപവസിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം. എല്ലാവരും ബലപ്പെടുത്തണമേ കർത്താവെ. ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും കർത്താവ് ബലപ്പെടുത്തണം. ഉപവസിക്കുന്ന കർത്താവെ അവിടുത്തെ അഭിഷിക്തന്മാർക്കായി സ്തോത്രം. മോശ പർവ്വതത്തിൽ നിന്നിറങ്ങിയപ്പോൾ ജനത്തിനു വേണ്ടതായ കൽപ്പനകളെ കൊടുത്ത് അയച്ചതുപോലെ ആമേനത്തെ കർത്താവെ ഈ ഉപവാസം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ദൈവജനത്തിന് വേണ്ടത് ആലോചനകളെ കർത്താവെ അവിടുത്തെ അഭിഷിക്തന്മാരുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് കർത്താവെ പർവ്വതത്തിൽ നിറക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ ആമേൻ ഈ കർത്താവെ ഉണർവ് പട്ടണത്തിലോട്ട് വ്യാപരിക്കട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. പട്ടണം യേശുവിൻ്റെതായി പിടിക്കപ്പെടുവാൻ കർത്താവ് സഹായിക്കണം. പ്രാർത്ഥനയാൽ ഉപവാസത്താലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകുന്നില്ല. ദൈവജനം പഠിപ്പിക്കുമ്പോൾ പ്രാർത്ഥനയോട് ഇരിക്കുന്നതിൻ്റെ വിടുതൽ കർത്താവ് ഈ ദിവസങ്ങളിൽ കണ്ടറിയുവാൻ കർത്താവ് ഞങ്ങളെല്ലാവരും സഹായിച്ചാട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്നും സഹായിക്കും. മഹത്വം എങ്ങെടുക്കും. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപ തോന്നി കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ.